നമസ്കാരം. എന്താണ് വാസ്തവം? ഈ പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക ചരിത്രത്തിലെ തന്നെ കൊടും ക്രൂരതയുടെ ഒരു അധ്യായമാണ് അർമേനിയൻ വംശഹത്യ. തുർക്കിയിലെ തീവ്ര ഇസ്ലാമിക ഭരണകൂടം അർമേനിയൻ ക്രൈസ്തവർക്കെതിരെ അഴിച്ചുവിട്ട ആ നരനായാട്ടിന്റെ കഥ മുഖ്യധാര ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും പലപ്പോഴും മറയ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ ചിലർ ബോധപൂർവം മറച്ചുവെച്ചു. 100 വർഷം മുമ്പ് നടന്ന ഈ കൊടും ക്രൂരതയുടെ ചരിത്രത്തിന്റെ വാസ്തവം എന്താണ്? വാസ്തവം ഞങ്ങളുടെ ഈ ടീം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന്റെ കാരണം ഇതാണ്. അർമേനിയ വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് നഗാർനോ കരാബാഖ് ആ പ്രദേശത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് അർമേനിയൻ ക്രൈസ്തവരാണ് അർമേനിയയിലേക്ക് ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 100 വർഷം മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ പ്രബലമായിരുന്ന ആ ഒരു ദേശത്ത് നിലനിൽപ്പിന് വേണ്ടി മതനികുതി കൊടുക്കേണ്ടി വന്ന ഒരു ജനതയാണ് അർമേനിയൻ ജനത. എന്നാൽ ഇങ്ങ് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ പ്രബലമായിരുന്ന ക്രൈസ്തവ സമുദായം തങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിയമപരമായ പോരാട്ടം നടത്തേണ്ട ഗതികേടിലേക്ക് മാറുമ്പോൾ അർമേനിയൻ ക്രൈസ്തവർക്കും ചിലത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തോട് പറയാനുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോസ്. ഈ അർമേനിയൻ വംശഹത്യ അത് എന്തുകൊണ്ടാണ് നാം ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്ന് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു. പക്ഷെ നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അർമേനിയൻ വംശഹത്യയെ കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു കാര്യം, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം പ്രേക്ഷകരിലേക്ക് നമുക്കൊന്ന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ തീവ്ര ഇസ്ലാമിക ഭരണകൂടം ഭരിച്ചിരുന്ന തുർക്കി അവർ ഈ അർമേനിയൻ ക്രൈസ്തവർക്ക് നേരെ അഴിച്ചുവിട്ട സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ്, ഒരു വംശഹത്യ തന്നെയാണ് ഈ അർമേനിയൻ വംശഹത്യ എന്ന് പറയുന്നത്. പലപ്പോഴും പലരും ചരിത്രത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചരിത്രത്തിൽ മുഴച്ചു നിൽക്കുന്നത് ഈ നാസികൾ യഹൂദർക്കെതിരെ അഴിച്ചുവിട്ട ക്രൂരതയുണ്ട് 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, ഈ ഹോളോകോസ്റ്റ് ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമുള്ള കൊടും ക്രൂരതയാണ് ഈ തുർക്കി ഭരണകൂടം ഈ അർമേനിയൻ ക്രൈസ്തവർക്കെതിരെ അഴിച്ചുവിട്ടത്. നമ്മൾ അതിന്റെ ക്രൂരതയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. പക്ഷേ സ്ത്രീ പുരുഷ പ്രായ ഭേദമന്യാണ് തുർക്കി ഭരണകൂടം ഈ അർമേനിയൻ ക്രൈസ്തവരെ അന്ന് കൊന്നൊടുക്കിയത്. മരുഭൂമിയിലൂടെയൊക്കെ ദീർഘദൂരം യാത്ര ചെയ്ത് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വെറും പട്ടിണി കോലങ്ങളായി എല്ലും തോലുമായി ഉള്ള അർമേനിയൻ ക്രൈസ്തവരുടെയൊക്കെ കരളലിയിക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ ലഭ്യമാണ്. കുരിശിൽ തറച്ച് കൊല്ലുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, ബലാത്സംഗം ചെയ്യുന്നതിന്റെ ഫലമായി സ്ത്രീകൾ രക്തം വാർന്ന് മരിക്കുന്നു, ആൺകുട്ടികളെ പോലും, പിഞ്ചു കുട്ടികളെ പോലും ബലാത്സംഗം ചെയ്യുന്നു, അവരെ ലൈംഗിക അടിമകളാക്കി പല നാടുകളിലേക്കും കൊണ്ടുപോകുന്നു. നിർബന്ധിത മത പരിവർത്തനം, അവർക്ക് ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങളെ അഭിമുഖീകരിക്കുക. പക്ഷേ ഭൂരിഭാഗം പേരും തിരഞ്ഞെടുത്തത് തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അർമേനിയൻ വംശഹത്യ ഇന്ന് ഈ എന്താണ് വാസ്തവം ടീം ചർച്ച ചെയ്യുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം, ഔദ്യോഗിക കണക്കനുസരിച്ച് 15 ലക്ഷത്തോളം അർമേനിയൻ ക്രൈസ്തവരെയാണ് അന്ന് തുർക്കി ഭരണകൂടം കൊന്നൊടുക്കിയത്. പല മാർഗങ്ങളിലും, അതാണ് നമ്മൾ കൃത്യമായി പറയേണ്ടത്, പല മാർഗങ്ങളിലൂടെ കൊന്നൊടുക്കിയത്. അതുകൊണ്ട് ആണ് ഈ ഒരു കൊടും ക്രൂരതയുടെ ഒരു വാസ്തവം പലർക്കും അറിയില്ല. കാരണം മുഖ്യധാര ചരിത്രത്തിന്റെ ഏടുകളിൽ പലരും അത് ബോധപൂർവം മറച്ചുവെച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആ ഒരു വിഷയത്തിന്റെ കോറിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഈ അർമേനിയ ആ ഒരു പ്രദേശത്തിന്റെ ഒരു ചരിത്രം കൂടി നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ അർമേനിയ തീർച്ചയായും ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു ക്രൈസ്തവ രാജ്യമാണ് അർമേനിയ, അല്ലെ? BC 500 മുതൽ അർമേനിയ എന്ന രാജ്യം അനത്തോലിയ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്ക് ആവശ്യമായ അർമേനിയയുടെ ചരിത്രം ആരംഭിക്കുന്നത് AD 4-ാം നൂറ്റാണ്ടിലാണ്. AD ക്രിസ്തുവിന്റെ സമയം കഴിഞ്ഞ് ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായ വിശുദ്ധ ബർത്തലോമിയോ, പിന്നെ വിശുദ്ധ യൂദാ തദേവൂസ്, ഇവരാണ് അർമേനിയയിൽ ചെന്ന് സുവിശേഷവൽക്കരണം നടത്തുന്നത്. ഈ 2 അപ്പസ്തോലന്മാരാണ്. ഇതിനുശേഷം AD 4-ാം നൂറ്റാണ്ടില് വിശുദ്ധ ഗ്രിഗറി, അവിടുത്തെ രാജാവായിരുന്ന, അർമേനിയൻ രാജാവായിരുന്ന തിരിദാത്തസ് 3-ാമനെ മാനസാന്തരപ്പെടുത്തി അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. അങ്ങനെ ആ രാഷ്ട്രം ഒരു ക്രൈസ്തവവൽക്കരിക്കപ്പെടുകയാണ്. അതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് റോസ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി ഈ ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി ആ സാമ്രാജ്യത്തിൽ പ്രഖ്യാപിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അർമേനിയൻ ആ ഒരു സാമ്രാജ്യം, അല്ലെങ്കിൽ അർമേനിയ ആ ഒരു പ്രദേശം ക്രിസ്തു മതത്തെ തങ്ങളുടെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയുണ്ടായി. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തിന് അവിടെ
റോമ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യം നൽകുന്നത്. അതുവരെ കടുത്ത മതപീഡനങ്ങളിലൂടെ ക്രൈസ്തവർ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ AD 301 ആ കാലഘട്ടത്തിൽ തന്നെ അർമേനിയൻ അപ്പസ്തോലിക് ചർച്ച് നിലവിൽ വരുന്നു. വളരെ പ്രൗഢമായിട്ടുള്ള ഒരു പാരമ്പര്യം അർമേനിയൻ ക്രൈസ്തവർക്ക് ആ മേഖലയിൽ അവകാശപ്പെടാനുണ്ട്. ഒപ്പം അവർ വളരെ കഠിനാധ്വാനികളായിട്ടുള്ള ഒരു ജനവിഭാഗമായിരുന്നു. പലതരത്തിലുള്ള ജോലികളിൽ, പ്രത്യേകിച്ച് ഈ നിർമ്മാണ മേഖല, കരകൗശല മേഖല, അതിലൊക്കെ അവർ ഏർപ്പെട്ട് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു. പിന്നീടാണ് ഈ പറയുന്ന ഓട്ടോമൻ എംപയർ അല്ലെങ്കിൽ ഈ തുർക്കികളുടെയൊക്കെ ഒരു വരവ് ആ പ്രദേശത്തേക്ക് വന്ന് ആ പ്രദേശത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിനാരിയോയ്ക്ക് വളരെയധികം ഒരു മാറ്റം സംഭവിക്കുന്നത്. ഈ ഒട്ടോമൻ കാലയളവ് വരുന്നതിന് മുൻപ് ബൈസന്റൈൻ കീഴിലായിരുന്നു സാമ്രാജ്യങ്ങളൊക്കെ. ഈ ബൈസന്റൈൻ സാമ്രാജ്യം എന്ന് പറയുന്നത് AD 300 ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം അവര് റോമ സാമ്രാജ്യത്തിന്റെ കിഴക്ക് സ്ഥാപിച്ച ഒരു കിങ്ഡം ആണ് ബൈസന്റൈൻ സാമ്രാജ്യം. ഈ സാമ്രാജ്യം രാജാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ഏകദേശം ഒരു 1000 വർഷത്തോളം ഈ ഭരണം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാലയളവില് ക്രിസ്ത്യൻ പ്രിഡോമിനന്റ് ആയിട്ട് അവർ കഴിയുമ്പോഴും അവരുടെ ഇടയ്ക്ക് അർമേനിയക്കാരുടെ ഇടയ്ക്ക് കുർദിഷ് ജനതയുണ്ടായിരുന്നു. അവര് മുസ്ലിംസ് ആയിരുന്നു, പക്ഷെ അവര് നല്ല സഹവർത്തിത്വത്തിലും സഹകരണത്തിലുമായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ഈ ബൈസന്റൈൻ കാലയളവിൽ. പിന്നീടാണ് ഈ ഓട്ടോമൻ തുർക്കികളുടെ ഒക്കെ ഒരു വരവ് ആ മേഖലയിലേക്ക് വരുന്നത്, അല്ലെ? ഈ ഓട്ടോമൻ തുർക്കികളെ കുറിച്ച് പറയുമ്പോൾ അതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമുള്ള ഒരു വിഭാഗമായിട്ട് നമുക്ക് അവരെ പരിഗണിക്കാൻ സാധിക്കുകയില്ല. അവരൊരു ഗോത്ര വിഭാഗമാണ്, അല്ലെ? ഈ ഓട്ടോമൻസ് കായ് ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. അവർ ശരിക്കും നാടോടികളും ഒരു ഗോത്ര വിഭാഗമായിരുന്നു. അപ്പൊ ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് തുർക്കിയെ കീഴടക്കുന്നത് ആദ്യഘട്ടത്തിൽ. അങ്ങനെയാണ് ഓട്ടോമൻ സാമ്രാജ്യം രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് പല രാജാക്കന്മാരിലൂടെ ഈ സാമ്രാജ്യം വികസിക്കുകയാണ്. പിന്നീട് ഒർഹാൻ വന്നു, അതിനുശേഷം മൊറാദ് ബേസ് ചെയ്ത് ഇങ്ങനെ പല രാജാക്കന്മാര് തുർക്കിയെ ഭരിച്ചു. ഈ കാലയളവിൽ തന്നെ തുർക്കി ആ സാമ്രാജ്യം അല്ലെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യം വളരെയധികം വികസിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1450 ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സുവർണകാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മധ്യ ഏഷ്യ, കിഴക്കൻ യൂറോപ്പ്, വടക്കൻ ആഫ്രിക്കൻ മേഖലകളിലേക്കെല്ലാം ഇവരുടെ സാമ്രാജ്യം വ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഒരു സുപ്രധാന പടിയായിരുന്നു അവർ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഏഷ്യ യൂറോപ്പിന്റെ ഇടയിലുള്ള അതിർത്തി പ്രദേശമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. എന്നുവെച്ചാൽ യൂറോപ്പിലേക്കുള്ള ഒരു ട്രേഡ് ഗേറ്റ് വേ എന്ന് വിശേഷിപ്പിക്കാം. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റാന്റിനോപ്പിൾ അവരുടെ ഒരു സ്വപ്നമായിരുന്നു. മുഹമ്മദ് നബിയുടെ തന്നെ ചില വാക്കുകളിൽ അതുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിളിനെ ആര് പിടിക്കും, ആർക്ക് കീഴടക്കാൻ കഴിയുമെന്നുള്ളത്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് 1453 ഒരു മുഹമ്മദ് എന്ന പേരായ ഒരു സുൽത്താനാണ്. അദ്ദേഹം ഈ നേരത്തെ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ അതിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഉടനീളം പടയോട്ടം നടത്തുകയുണ്ടായി. അങ്ങനെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ആ ഓട്ടോമൻ സാമ്രാജ്യം വലിയ രീതിയിൽ വിസ്തൃതമാവുകയാണ്. ഏകദേശം 1560 ആ കാലഘട്ടത്തിലാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രതാപ കാലഘട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഒരു പ്രതാപം അല്ലെങ്കിൽ അതിന്റെ ഒരു അധികാര പരിധി അല്ലെങ്കിൽ അതിന്റെ ഒരു ഭൂവിസ്തൃതിയൊക്കെ അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തുന്ന ഒരു കാലഘട്ടം. ഇതിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ തുർക്കികൾ ഈ ഓട്ടോമൻ ആ ഒരു മേഖല അല്ലെങ്കിൽ തുർക്കി ഉൾപ്പെടുന്ന നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു പ്രദേശം ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ നാം പറഞ്ഞതുപോലെ അവർ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായിരുന്നു. അപ്പോൾ ഒപ്പം തന്നെ ഈ പറയുന്ന കുർദിഷ് വംശജര് അവിടെ താമസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടർക്കി അല്ലെങ്കിൽ ഈ ഓട്ടോമൻ ഭരണാധികാരികൾ ഇസ്ലാം മത വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഒരു ശരീഅത്ത് ലോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് അവർ ആ കാലഘട്ടത്തിൽ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ക്രൈസ്തവർക്ക് പാരമ്പര്യമായിട്ട് അവർക്ക് അവകാശപ്പെട്ട സ്വന്തം ദേശം, അവിടെ നൂറ്റാണ്ടുകളായിട്ട് അവർ താമസിച്ചിരുന്ന, അവരുടെ തലമുറകൾ താമസിച്ചിരുന്ന ഒരു ദേശം, ആ ദേശത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ ഈ ഓട്ടോമൻ ഭരണാധികാരികൾ വരുന്നു, അവർ ആ ദേശത്തെ കൈയെടുക്കുന്നു. അതിനുശേഷം ഇവർ ക്രൈസ്തവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഭരണകൂടത്തിന്റെ കീഴിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ മത നികുതി നൽകണം. ജസിയ ആ ഒരു മത നികുതി നൽകണം. ആ മത നികുതി നൽകിയെങ്കിൽ മാത്രമേ ഈ നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസ പാരമ്പര്യങ്ങളുമായി ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് ഇസ്ലാം സംഹിതകളിലെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത്. അത് പല രാജാക്കന്മാരും പല രീതിയിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ചില രാജാക്കന്മാർ കുറച്ചുകൂടി മനുഷ്യത്വമുള്ളവരായിരുന്നു, മറ്റു ചിലവര് കുറച്ചും കൂടി ക്രൂരരായിരുന്നു. ചില കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ കണിച്ചതുണ്ടായിരുന്ന രാജാക്കന്മാരും ഈ കാലയളവിൽ മാറി മാറി വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള രാജാക്കന്മാരുടെ കീഴിൽ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവര് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് അവര് കടന്നുപോയിട്ടുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ മതം മാറുക, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ ആ സാമ്രാജ്യത്തിൽ ജീവിച്ചു പോകാനുള്ള ഒരു വഴി. ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാമായി മാറുക എന്നുള്ളതായിരുന്നു.
രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് വലിയൊരു നികുതിയാണ്. അത് അവർക്ക് താങ്ങാവുന്ന ഒരു നികുതിയല്ല, പക്ഷെ അതുപോലെ സമ്പന്നരായ വ്യക്തികൾക്ക് മാത്രമേ അത് അഫോർഡബിൾ ആയിരുന്നുള്ളൂ. അതുപോലെ ഒരു വലിയ മതനികുതി അല്ലെങ്കിൽ ജിസിയ ഇവരുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടു. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആ നാട് വിട്ട് പലായനം ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ, അതല്ലെങ്കിൽ പിന്നെ വധിക്കപ്പെടുക. ഇതിനപ്പുറത്തേക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ ഒരു അവസ്ഥയിലൂടെയായിരുന്നു അവിടെയുള്ള ക്രൈസ്തവര് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് ക്രൈസ്തവരായിരുന്ന മധ്യേഷ്യയിലെ ജനസംഖ്യ വളരെ പെട്ടെന്ന് തന്നെ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു വന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ജസിയ നൽകാൻ വിസമ്മതിച്ച ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നു. രണ്ട്, ഇത്തരത്തിലുള്ള വിവേചനങ്ങളുടെ നടുവിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ക്രൈസ്തവർ അവിടെ നിന്നും നാട് വിട്ട് മറ്റ് ദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ജോർജ്, അതുപോലെ തന്നെ ക്രൈസ്തവരെ അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത മറ്റു മതസ്ഥർ ഒരു രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കണ്ടിരുന്നത്. അതിനും അവർക്ക് അവരുടേതായ ചില തത്വസംഹിതകൾ ഉണ്ടായിരുന്നു. ക്രൈസ്തവരും ജൂതന്മാരും എല്ലാവരും അവർ വേദം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നതിനാല് അവരെ ചില രാജാക്കന്മാരെ അവിടെ നിലനിർത്തി. അതായത് രണ്ടാംകിട പൗരന്മാരായിട്ട് ഒരുപക്ഷെ അവരുടെ അടിമകളാക്കാനായിട്ടും അവരെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തങ്ങളുടെ ക്രൈസ്തവ പാരമ്പര്യവും പൈതൃകവും നിലനിർത്തുന്നതിന് വേണ്ടി ഒരു വലിയ ഗണം ക്രൈസ്തവര് ഈ ഹൈ ടാക്സ് അടച്ച് അവിടെ നിലനിന്നു എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ മോസ്കാക്കി മാറ്റിയ ഹാഗിയ സോഫിയ, ആ കത്തീഡ്രലിന്റെ ഒക്കെ വിഷ്വൽസ് ഒക്കെ പുറത്തു വന്നപ്പോൾ ആ കത്തീഡ്രലിലെ ചില ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഒക്കെ ചുവർ ചിത്രങ്ങൾ. റോസ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം തങ്ങളുടെ ക്രൈസ്തവ പാരമ്പര്യം, തങ്ങളുടെ തനിമ, തങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ കൊടിയ ഈ സഹനങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ ഈ കൊടിയ ഈ ടാക്സിന്റെയും അല്ലെങ്കിൽ ഈ വിവേചനങ്ങളുടെയും ഒക്കെ നടുവിൽ വളരെയധികം വലിയൊരു വിഭാഗം അർമേനിയൻ ക്രൈസ്തവർ അവിടെ തുടർന്നു എന്നത് തന്നെ ഒരു വാസ്തവമാണ്. പരിശുദ്ധ മറിയത്തോടുള്ള വണക്കം അവർക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ഇവിടെ ജോർജ്, നമ്മൾ ഈ ആധുനിക കാലവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പലപ്പോഴും വിസ്മൃതിയിൽ കിടന്നിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇതെല്ലാം ഓർമ്മപ്പെടുത്തിയത് ISIS ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നല്ലോ 2014 ആ സമയങ്ങളിൽ. അപ്പൊ ആ കാലങ്ങളിലെ ഇറാഖിലെ മൊസൂൾ എന്ന് പറഞ്ഞ നഗരം, അത് ഒരു ക്രൈസ്തവ നഗരമായിരുന്നു. ഈ നഗരത്തിലേക്ക് ISIS വന്നു. അപ്പൊ അവിടെയുള്ള ജനങ്ങളുടെ മിക്കവാറും അവരുടെ വീടുകളിലൊക്കെ അവർ ചെന്ന് പറയുന്നു, അവിടെ അവർ പോസ്റ്റർ പതിക്കുന്നു. ഇത്രയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്, അതേ നിയമങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. ഇതേ കാരണങ്ങൾ തന്നെ. ഫസ്റ്റ് ഓപ്ഷൻ അവർക്ക് അവിടെ ജിസിയ കൊടുത്ത് ജീവിക്കാം. അതിനേക്കാൾ അവർക്ക് സെക്കൻഡ് ഓപ്ഷൻ അവർക്ക് അവിടെ മതം മാറാം. മൂന്നാമത്തെ ഓപ്ഷനാണ് അവർക്ക് നാട് വിട്ടു പോവാം. ഇതിനൊന്നിനും തയ്യാറല്ലെങ്കിൽ നിങ്ങൾ മരണത്തിനായിട്ട് ഒരുങ്ങിക്കൊള്ളും. ഇതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ആധുനിക കാലത്തിൽ അത് കേട്ടപ്പോൾ എന്തൊക്കെയോ വലിയൊരു ക്രൂരതയായിട്ട് നമുക്ക് തോന്നി എന്ന് മാത്രം. പക്ഷെ ചരിത്രത്തിന്റെ ഏടുകളിൽ മുൻകാല തീവ്ര ഇസ്ലാമിക ഭരണകൂടങ്ങൾ നടപ്പാക്കിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ തീവ്രവാദികൾ അവിടെയും നടപ്പാക്കിയിരിക്കുന്നത്. പിന്നീട് മറ്റൊരു ക്രൂരമായിട്ടുള്ള ഒരു സമ്പ്രദായം ഈ ഇസ്ലാമിക ഭരണകൂടം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് ഈ ദേവ് ശർമ്മ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഈ ബാൾക്കൻ മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നും ഈ ഇളം പ്രായത്തിലുള്ള ആൺകുട്ടികളെ നിർബന്ധിത ഒരു സൈനിക സേവനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് അവരുടെ ഇളം പ്രായത്തിൽ തന്നെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. അവരെ പിന്നെ മതശാസനകൾ പഠിപ്പിക്കുന്നു, ഫോഴ്സ്ഡ് ആയിട്ടുള്ള മത കൺവേർഷനിലേക്ക് അവരെ നയിക്കുന്നു, അവരെ പ്രത്യേക ഒരു വിഭാഗമാക്കി മാറ്റുന്നു, സൈനിക വിഭാഗമാക്കി, അതിക്രൂരന്മാരായ ഒരു സൈനിക വിഭാഗമാക്കി അവർ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നിരുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കൊച്ചുകുട്ടികളെ ഒരു ക്രൂരന്മാരായ ഒരു സൈനികരാക്കിയിട്ട് പിന്നീട് അവർ ചെയ്ത കാര്യങ്ങളും കൂടി പറയാം. പിന്നീട് അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഈ ക്രൂരരായിട്ടുള്ള സൈനിക വിഭാഗത്തിനെ തന്നെയാണ് ഈ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ഭരണകൂടം ശ്രമിച്ചത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ നടപ്പാക്കിയത്. അപ്പോൾ അവർ കൊന്നൊടുക്കുന്നത്, ഈ ക്രൂരമായിട്ടുള്ള സൈനിക വിഭാഗത്തിൽപ്പെട്ടവർ കൊന്നൊടുക്കിയത് അവരുടെ തന്നെ ബന്ധുക്കൾ തന്നെയാണ്. അപ്പനെയായിരിക്കാം, അമ്മേനെയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെ ആയിരിക്കാം അവർ കൊന്നൊടുക്കുന്നത്. പക്ഷെ അവർക്കത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇളം പ്രായത്തിൽ തന്നെ അവരെ ഈ ഭരണകൂടം ഏറ്റെടുക്കുന്നു, തീവ്ര ചിന്തകൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു, തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ, ക്രൂരമായിട്ടുള്ള ചെയ്തികൾ ചെയ്യാനുള്ള പ്രേരണകൾ കൊടുക്കുന്നു, ഒരു ക്രൂരമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമകളാക്കി മാറ്റുന്നു. അപ്പോൾ ഈ മതഭീകരത അവരുടെ കണ്ണുകളെ, അവരുടെ ചിന്താഗതികളെ അന്ധമാക്കുന്നു. തുടർന്ന് അവരെ ഈ ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി അവരെ പറഞ്ഞുവിടുന്നു. സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ അവർ കൊന്നെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ക്രൈസ്തവരെ കൊല്ലുവാൻ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവരെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു വിരോധാഭാസമാണ് അവിടെ ആ ഭരണാധികാരികൾ അന്ന് ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് പുറമെ ഈ കുർദിഷ് ജനത, ഇസ്ലാം മതത്തിലുള്ള കുർദിഷ് ജനതയും പ്രാദേശിക അർമേനിയൻ ക്രൈസ്തവരും തമ്മിലൊരു ശത്രുത ഉണ്ടാക്കുന്ന ഒരു ശ്രമങ്ങളും കൂടി ഇതിന്റെ ഇടയിൽ കൂടി നടന്നു. എന്നുവെച്ചാൽ ഈ കുർദിഷ് ജനതയ്ക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ ഒത്തിരി ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ സെയിം പൗരത്വമുള്ള അർമേനിയൻ ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ടു. പിന്നെ ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകളിലൊക്കെ ഒട്ടോമൻ കോടതി ഇടപെട്ട്
ഈ കുർദിഷ് ജനതയ്ക്ക് അനുകൂലമായ വിധികൾ പ്രസ്താവിച്ചു. അങ്ങനെ ഒരുപാട് വിവേചനങ്ങൾ അർമേനിയൻ ക്രൈസ്തവര് ഈ കാലയളവിൽ നേരിട്ടു. ജോർജ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ പ്രദേശങ്ങളെല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാം ബൈബിളിലെ പൗലോസ്ലീഹയുടെ ചില ലേഖനങ്ങൾ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം, എഫെസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം, അതുപോലെ തന്നെ ഏഷ്യ മൈനർ, ഇതെല്ലാം നാം ലേഖനങ്ങൾ കാണുന്നതാണ്. പക്ഷേ ഈ ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നത് തുർക്കിയിലായിരുന്നു. ഇവിടെ എല്ലാം വളരെ സജീവമായ വലിയ വിശ്വാസത്തോടു കൂടിയ ഒരു ക്രൈസ്തവ സഭകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സഭകളൊന്നും തന്നെ ഇന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒട്ടോമൻ തുർക്കികളുടെ കാലത്ത് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റോസ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പോയിന്റ് മനസ്സിലേക്ക് വന്നത്, ഈ കുർദിഷ് അല്ലെങ്കിൽ അവിടത്തെയുള്ള അർമേനിയൻ ക്രൈസ്തവർ വളരെ സഹവർത്തിത്വത്തോടെ അവിടെ ജീവിച്ചിരുന്നു. ബൈസിന്റെ കാലയളവിൽ അവർ വളരെ സഹകരണത്തിലും സഹവർത്തിത്വത്തിലും ജീവിച്ചിരുന്ന സമൂഹമായിരുന്നു. ഒറ്റ കമ്മ്യൂണിറ്റി ആയിട്ട്, അർമേനിയൻ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിച്ചിരുന്നവര് ഈ ഒട്ടോമൻ കാലയളവ് വന്നതോടെ അർമേനിയൻ ക്രിസ്ത്യൻസ് വേറെ, കുർദിഷ് കമ്മ്യൂണിറ്റി വേറെ. ഈ കുർദിഷ് കമ്മ്യൂണിറ്റിക്ക് ചില ആനുകൂല്യങ്ങൾ, ഓവറായിട്ടുള്ള ആനുകൂല്യങ്ങളല്ല, ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ സമകാലിക കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം ഒക്കെ പരിശോധിക്കുമ്പോൾ അതിന്റെയൊക്കെ ചില അലയൊലികൾ നമുക്ക് നിലവിലെ ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നത് നമുക്ക് പറയേണ്ടി വരും. ചില വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അത് മറ്റ് ചില വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നു. അതിന്റെയൊക്കെ ചില അലയൊലികൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്, ആരോപണങ്ങൾ സൃഷ്ടിച്ചെടുത്ത് കേസാക്കി എന്നിട്ട് കുർദിഷ് ജനതയെ ആ വിധി അനുകൂലിക്കുന്ന പ്രവണത. നമുക്ക് അത്തരത്തിലുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 നൂറ്റാണ്ടുകളോളം അത്തരത്തിലുള്ള ഒരു വിവേചനങ്ങളിലൂടെ, കൊടിയ സഹനങ്ങളിലൂടെ അർമേനിയൻ ക്രൈസ്തവ ജനത അവിടെ കടന്നു പോകുന്നു. നികുതി കൊടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. പല തലമുറകൾ മാറി വരുന്നു. ഇനി നമുക്ക് 19-ാം നൂറ്റാണ്ടിന്റെ ഒരു എൻഡിലേക്ക് വരാം. ഈ 19-ാം നൂറ്റാണ്ടിന്റെ എൻഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ യൂറോപ്പിലും ഒപ്പം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പുരോഗമനപരമായിട്ടുള്ള പല ചിന്താഗതികളും ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടം. ഒപ്പം തന്നെ ഈ അർമേനിയൻ ക്രൈസ്തവരുടെ ഇടയിലും അത്തരം ചിന്തകൾ ശക്തി പ്രാപിച്ചു തുടങ്ങി. ഒരു ദേശീയവാദം, സ്വന്തം സത്വത്തെക്കുറിച്ചുള്ള ഒരു അവബോധം കൂടുതൽ ശക്തി പ്രാപിച്ചു. പക്ഷേ അതൊരു സമയം വൈകിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പ്രദേശത്തിന്റെ തന്നെ ഒരു ചരിത്രം തന്നെ വേറെയായി മാറിയനെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അത്തരത്തിലൊരു സത്വബോധം, ഒരു ദേശീയ ബോധം അവരുടെ ഇടയിൽ ഉടലെടുക്കാൻ ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ഉടലെടുത്തപ്പോൾ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഒരു അപകടം മണക്കുന്നു. അവർ ഈ സാമ്രാജ്യത്തിനെതിരെ ഒരു റിവോൾട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന് മുതിരുകയാണോ, അല്ലെങ്കിൽ ആ മേഖല, ക്രൈസ്തവ ഭൂരിപക്ഷ മേഖല ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നും വേർപെടുമോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക അവരുടെ മനസ്സിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 1878 ആ കാലഘട്ടത്തിലൊക്കെ റഷ്യയുമായി നടത്തിയ യുദ്ധത്തിലൊക്കെ അവർക്ക് ചില പരാജയങ്ങൾ രുചിക്കേണ്ടി വന്നു. ഈ അവിടുത്തെ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് തന്നെ, ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരി വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന് ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില പ്രഷർ വരുന്നുണ്ട്. ഈ അർമേനിയൻ ക്രൈസ്തവർ നേരിടുന്ന ഈ പ്രതിസന്ധി, അല്ലെങ്കിൽ അവരുടെ നേരെ ഈ ഓട്ടോമൻ സാമ്രാജ്യം കാണിക്കുന്ന വിവേചനം, അതിന് അറുതി വരുത്തണം, അതിനുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ചില പ്രഷറൊക്കെ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ അവിടെ ഭരണത്തിലിരുന്ന ഭരണാധികാരി എന്ന് പറയുന്നത് അബ്ദുൾ ഹമീദാണ്. അബ്ദുൾ ഹമീദ് രണ്ടാമനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ ഒരു വലിയൊരു കൂട്ടക്കൊലയാണ് ഈ ഹമീദിയൻ മസാക്കർ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചരിത്രത്തിന്റെ ഏടുകളിൽ നാം വായിക്കുന്നത് 1915 മുതൽ 22 വരെ നടന്നതാണ് ഈ അർമേനിയൻ വംശഹത്യ. പക്ഷെ അതിനു മുമ്പ് വളരെ അതിന്റെ ഒരു ഇടനാഴി എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രയൽ എന്ന നിലയിൽ 2 പ്രധാനപ്പെട്ട കൂട്ടക്കൊലകൾ അവിടെ അർമേനിയൻ ക്രൈസ്തവർക്കെതിരെ അഴിച്ചുവിട്ടിരുന്നു. ഒന്ന് ഈ ഹമീദിയൻ മസാക്കർ, ഒപ്പം തന്നെ ഈ അദാന പട്ടണത്തിൽ നടന്ന വലിയ രീതിയിലുള്ള കൂട്ടക്കൊല, അതോടൊപ്പം അതിനോടനുബന്ധിച്ച് നടന്ന ചെറുതും വലുതുമായിട്ടുള്ള പല കൂട്ടക്കൊലകളും ഉണ്ട്. നമുക്ക് ഈ ഹമീദിയൻ മസാക്കർ അതിലേക്കൊന്ന് കിടക്കാം. ഈ അർമേനിയൻ ജനത അവരുടെ പൗരത്വ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം അവർ ആരംഭിക്കുകയാണ്. ഈ 1894 ഇതിന്റെ ഭാഗമായിട്ട് ഒരു സാസൻ റെബല്യൻ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഈ അർമേനിയൻ ക്രൈസ്തവരുടെ ഒരു വിഭാഗം ഇതിന്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന ആ ഹൈ ടാക്സ്, ആ വലിയ നികുതി അടയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതായത് ഈ ഭരണകൂടം ആ ഒരു സമയത്ത് ഈ ക്രൈസ്തവരെ കൂടുതൽ ഞെരുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ടാക്സിനേക്കാൾ കൂടുതൽ വിപുലമായിട്ടുള്ള ഒരു ടാക്സ് കൊടുക്കണമെന്ന് ഈ ക്രൈസ്തവരോട് നിർദ്ദേശിച്ചിരുന്നു. മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവരുടെ ഒക്കെ ഈ ഭൂമി പിടിച്ചെടുക്കാനുള്ള ചില ശ്രമങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞു, ഈ റഷ്യൻ വാറിൽ ഈ ഓട്ടോമൻ ഭരണാധികാരികൾ വലിയ നഷ്ടം സംഭവിക്കുന്നു. അപ്പൊ ഈ ബാൾക്കൻ ഏരിയയിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അഭയാർത്ഥികൾ ഈ ടർക്കിഷ് മേഖലയിലേക്ക് വരുന്നു. അപ്പോൾ
അവരെ ഈ ക്രൈസ്തവരുടെ ഈ ഭൂമിയിലേക്കൊക്കെ അവരെ കുടിയിരുത്താൻ അത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഒപ്പം റോസ് പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഹൈ ടാക്സ് അവരുടെ മേൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ക്രൈസ്തവരെ കൂടുതൽ ഞെരുക്കുക, അതായത് ഒരു അധിനിവേശത്തിന്റെ കീഴിൽ അവരെ ആക്കുക, അതിനെതിരെയുള്ള ഒരു ചോദ്യം ചെയ്യാൻ അവരെ അനുവദിക്കാതിരിക്കുക എന്ന ലക്ഷ്യങ്ങളോടുകൂടി തന്നെ അത്തരം ഞെരുക്കുന്ന നീക്കങ്ങൾ ആരംഭിക്കുന്നു. തീർച്ചയായും ഇത് അവർക്ക് അവകാശപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഇവര് കുർദിഷ് ജനതയ്ക്ക് ഈ ഹൈ ടാക്സ് അടയ്ക്കണ്ട, ഇവർക്ക് അടയ്ക്കണം. അപ്പൊ ഇതിന്റെ പേരിൽ സാസൻ റെബല്യൺ ഇവർ ആരംഭിച്ചു. ടാക്സ് അടയ്ക്കുന്നില്ല. അപ്പോ ഈ സുൽത്താൻ ഒരു അപകടം മണക്കുകയാണ് അതിൽ നിന്ന്. ഇതിന്റെ ഫലമായിട്ട് 1894 മുതൽ 1896 വരെയുള്ള കാലയളവിൽ ഒരു ഹമീദിയൻ മാസക്കർ തന്നെ പൊട്ടിപ്പുറപ്പെടുകയാണ്. ആ കൂട്ടക്കൊലയിൽ 3 ലക്ഷത്തോളം അർമേനിയൻ ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത്. ഈ രക്തചൊരിച്ചിലിന്റെ പേരിൽ ഈ ഹമീദ് സുൽത്താനിന് വേറൊരു പേരും കൂടിയുണ്ട്. റെഡ് സുൽത്താൻ അല്ലെങ്കിൽ ബ്ലഡി സുൽത്താൻ എന്നും കൂടിയും പേരുണ്ട്. അത്ര ക്രൂരമായ ഒരു സുൽത്താനായിരുന്നു. 3 ലക്ഷത്തോളം ക്രൈസ്തവരെയാണ് ഈ കാലത്ത് കൊന്നൊടുക്കിയത്. സാസൻ പട്ടണത്തിൽ കയറി അവര് ആ പട്ടണം തന്നെ തീയിട്ടു. അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാവരെയും ചുട്ടരിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് 1895 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇസ്താംബൂളിൽ ഈ അർമേനിയൻ ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടും വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ഉൾഫ ആ ഒരു നഗരവുമായി ബന്ധപ്പെട്ട്. പണ്ടത്തെ സദേസ അത് ഇവിടെ നമ്മുടെ സുറിയാനി ക്രൈസ്തവർക്ക് വളരെ അടുത്ത ഒരു ബന്ധമുള്ള ഒരു നഗരം കൂടിയാണ് ഈ സദേസ നഗരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വന്ന ഈ അർമേനിയൻ ക്രൈസ്തവർ അവിടുത്തെ ഒരു ഉൾഫ കത്തീഡ്രൽ ഉണ്ട്, പ്രത്യേകിച്ച് സെന്റ് പീറ്റർ ആൻഡ് പോളിന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രൽ. അപ്പോൾ ഈ കലാപകാരികൾ അല്ലെങ്കിൽ ഈ ക്രൈസ്തവരെ കൊല്ലാൻ വരുന്ന ഈ ഭരണകൂടം സ്പോൺസർ ചെയ്ത ഈ തീവ്രവാദികൾ ക്രൈസ്തവരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇവർ ഈ കത്തീഡ്രലിലും ഒപ്പം തന്നെ ഈ കത്തീഡ്രലിന്റെ പരിസരത്തുള്ള ഭവനങ്ങളിലും ഒക്കെയാണ് അഭയം തേടിയിരുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു നടുക്കുന്ന കൂട്ടക്കൊല തന്നെയായിരുന്നു. ഏകദേശം 3000-ഓളം ക്രൈസ്തവരെ തന്നെയാണ് ആ കത്തീഡ്രലിനുള്ളിൽ അവർ ആക്രമിച്ച് തീയിട്ട് കൊലപ്പെടുത്തിയത്. ഈ ഉൽഫ നഗരം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം പള്ളികളും ആശ്രമങ്ങളും ക്രൈസ്തവ സംബന്ധമായിട്ടുള്ള പല ശേഷിപ്പുകളുമുള്ള ഒരു നഗരമായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി. ഇന്നിപ്പോൾ ആ കത്തീഡ്രല് ഹറൻ യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ കത്തീഡ്രൽ തന്നെ ഇന്ന് അവിടെ ഇല്ല. അപ്പോൾ ഈ ഹമീദിയൻ കൊല അല്ലെങ്കിൽ കൂട്ടക്കൊല, ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ഉർഫ ആ നഗരത്തിലെ കൂട്ടക്കൊല, അതിനുശേഷം അക്ഷരാർത്ഥത്തിൽ ഒരു ക്രൈസ്തവരുടെ ഒരു കൊലക്കളമായിട്ട് ടർക്കി ആ ഒരു മേഖല മാറുകയാണ്. ധാരാളം ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ചില പള്ളികളൊക്കെ പല പള്ളികളും മോസ്കുകളാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം, നിരവധി പേരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കൊന്നെടുക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്രൈസ്തവികമായിട്ടുള്ള എല്ലാ ശേഷിപ്പുകളും അവർ തുടച്ചു മാറ്റുന്നു. ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞു, ഇപ്പോൾ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്ലാം യൂണിവേഴ്സിറ്റിയാണ് ഈ പറയുന്ന ഉർഫ നഗരത്തിന്റെ ഒരു പ്രദേശം എന്ന് പറയുന്നത്. പിന്നീട് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൂട്ടക്കൊലയാണ് ഈ അധാന പട്ടണത്തിലെ ഒരു കൂട്ടക്കൊല എന്ന് പറയുന്നത്. അതിലേക്ക് കടക്കണമെങ്കിൽ ഇതിനുശേഷം പ്രത്യേകിച്ച് ഈ ഹമീദ് അദ്ദേഹത്തിനെതിരെ, ആ ചക്രവർത്തിക്കെതിരെ ഒരു കൂട്ടം യുവ തുർക്കികൾ നടത്തിയ ഒരു വിപ്ലവമുണ്ട്. അപ്പോൾ ഈ യുവ തുർക്കികളുടെ വിപ്ലവം അവർ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ 1876 ഈ തുർക്കി ഭരണഘടനയൊക്കെ ഈ രാജാവ് റദ്ദാക്കിയിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു റിഫോമിന്റെ ഭാഗമായിട്ട് കൂടുതൽ ലിബറൽ ആയിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് ഭരണകൂടം വരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ യങ് ടർക്സ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ്, ഏകദേശം 50ഓളം പേരടങ്ങുന്ന നേതൃനിരയിലുള്ള 50 പേരാണ് നേതൃനിരയിലുള്ളത്, അവരടങ്ങുന്ന ഈ ഗ്രൂപ്പ് ഈ രാജാവിനെതിരെ ഒരു വിപ്ലവം ഒക്കെ നടക്കുന്നത്. 1908 ഇത്തരത്തിലുള്ളൊരു വിപ്ലവം നടക്കുന്നത്. പിന്നീട് 1909 ഈ യങ് ടർക്സിനെതിരെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിപ്ലവം കൂടി അവർക്കെതിരെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ ആ ഒരു വിപ്ലവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു പ്രദേശത്ത് ടർക്കി മേഖലയിൽ ഒരു അരാജകത്വം ബാധിക്കുന്നു. ഈ ആദ്യഘട്ടത്തിൽ ഈ യങ് ടർക്സിന്റെ ഈ വിപ്ലവത്തിന്റെ പട്ടാള വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ അർമേനിയൻ ക്രൈസ്തവർ ഇവരെ ഒരു രക്ഷകരായിട്ടാണ് വീക്ഷിച്ചിരുന്നത്. കാരണം ഈ രാജാവിന്റെ കൊടും ക്രൂരതകൾക്കെതിരെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഇവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലവിൽ കൊണ്ടുവരാൻ ഈ യങ് ടർസിന് സാധിക്കുമെന്ന ഒരു ചിന്തയായിരുന്നു ക്രൈസ്തവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യങ് ടർസിനെതിരെ ഒരു പട്ടാള വിപ്ലവം നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ അരാജകത്വത്തിൽ ഈ ക്രൈസ്തവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടക്കൊല അവിടെ നടക്കുകയാണ് ഈ കുർദുകളുടെയൊക്കെ നേതൃത്വത്തിൽ. ഒപ്പം തന്നെ ഈ അധാന പട്ടണത്തിൽ നമുക്ക് ഈ ഹമീദിയൻ മസാക്കറും ഈ അധാന പട്ടണത്തിലെ മസാക്കറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹമീദിയൻ മസാക്കർ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണ്. അതായത് ചക്രവർത്തി തന്നെ, അവിടുത്തെ രാജാവ് തന്നെ സ്പോൺസർ ചെയ്ത ഒരു കൂട്ടക്കൊലയാണ് ഈ ഹമീദിയൻ മസാക്കർ. പക്ഷേ ഈ അധാന പട്ടണത്തിലെ മസാക്കർ എന്ന് പറയുന്നത് ഈ ആ പട്ടണത്തിലെ ലോക്കലായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവർ സ്പോൺസർ ചെയ്ത ഒരു കൂട്ടക്കൊലയായിരുന്നു. അതെ, ഈ അദാന കൂട്ടക്കൊലയെ കുറിച്ച് പറയുമ്പോൾ അവിടെ യാതൊരുവിധ റിബല്യനോ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഭാഗത്തുനിന്നോ അവിടെ താമസിക്കുന്നവരുടെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ വളരെ ശാന്തരും
ഈ ഭരണകൂടത്തോട് വിധേയപ്പെട്ടും ജീവിച്ചിരുന്ന ഒരു വ്യക്തികളായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് ചില വ്യക്തികൾ സ്പോൺസർ ചെയ്ത, അവർ ജസ്റ്റ് ക്രൈസ്തവരാണ് എന്നതുകൊണ്ട് അർമേനിയക്കാരെ കൂട്ടക്കൊല ചെയ്ത ഒരു സംഭവമായിരുന്നു അദാന കൂട്ടക്കൊല. 25,000 ക്രൈസ്തവരാണ് അന്ന് ആ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടത്. അവിടുത്തെ അദാന പട്ടണം മുഴുവൻ ഇവർ കത്തിച്ച് ചാമ്പലാക്കി. അതിൽ തന്നെ 1500ഓളം അസീറിയൻ ക്രൈസ്തവർ കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അർമേനിയൻ ക്രൈസ്തവരെ മാത്രമല്ല, ഈ അസീറിയൻ ക്രൈസ്തവരെ കൂടി അവർ ലക്ഷ്യമിട്ട് അവരെ കൊന്നൊടുക്കുന്നു, അവരുടെ ഭവനങ്ങൾ കത്തി ചാമ്പലാക്കുന്നു, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കുന്നു. നേരത്തെ പറഞ്ഞു, അർമേനിയൻ ക്രൈസ്തവരൊക്കെ ഈ തുർക്കി ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഓട്ടോമൻ എംപയറിന്റെ ഒരു സാമ്പത്തിക അടിത്തറ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയിലൊരു നട്ടലായിരുന്നു ഈ അർമേനിയൻ ക്രൈസ്തവരുടെ സംഭാവനകൾ എന്ന് പറയുന്നത്. ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ചില കണക്കുകളൊക്കെ ഉണ്ട്. ഈ ടർക്കിയിൽ നിന്നുള്ള എക്സ്പോർട്ട് അല്ലെങ്കിൽ വ്യവസായികൾ, അവരുടെയൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ മുന്നിൽ നിന്നത് ഈ ടർക്കി അല്ലെങ്കിൽ ഈ ടർക്സ് വംശജരെക്കാൾ മുന്നിൽ നിന്നത് ഈ അർമേനിയൻ വംശജരാണ്. അതുകൊണ്ട് തന്നെ ഈ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ആ മേഖലയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം ഈ അർമേനിയൻ വംശജർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തകർക്കുന്ന അവസ്ഥ, അവരുടെ ഫാമിലാൻസ് ഒക്കെ കത്തിക്കുന്ന അവസ്ഥ, വീടുകൾ കത്തിക്കുന്ന അവസ്ഥ, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടു പോകുന്നു, അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം, ആണുങ്ങളെ പുരുഷന്മാരെ വെടിവെച്ചു കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷം. അക്ഷരാർത്ഥത്തിൽ ഈ അർമേനിയൻ വംശഹത്യക്ക് മുന്നോടിയായിട്ട് നടന്ന അതിന്റെ ഒരു ട്രയൽ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഇടനാഴിയായിരുന്നു ഈ ഹമീദിയൻ മസാക്കറും ഒപ്പം തന്നെ ഈ അദാന കൂട്ടക്കൊലയും. അത് നമ്മൾ 2 കൂട്ടക്കൊലയെ മാത്രമാണ് പരാമർശിക്കുന്നത്, പക്ഷേ അതിനോടനുബന്ധിച്ച് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കൂട്ടക്കൊലകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കൂട്ടക്കൊലകളൊക്കെ അഴിച്ചുവിടുമ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അർമേനിയൻ വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഈ അർമേനിയക്കാരും മറ്റു ക്രൈസ്തവ സമൂഹങ്ങളെ പോലെ തന്നെ വളരെ സാക്ഷരതയിലെല്ലാം വളരെ മുന്നിലായിരുന്നു. അവർ വളരെ വിദ്യാസമ്പന്നരായിരുന്നു. പലപ്പോഴും ഈ കുർദിഷും മറ്റ് തുർക്കിയിലുള്ള മറ്റ് ഗോത്ര വിഭാഗങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ അവർ വളരെ താഴ്ന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും അർമേനിയക്കാരോട് ഒരു വെറുപ്പ് ഉണ്ടായിരുന്നു. ഒപ്പം ഈ ഭരണകൂടം ചെയ്തിരുന്ന ചില പ്രൊപ്പഗണ്ടകളൊക്കെ ഉണ്ട്. അതായത് ഈ ക്രൈസ്തവർ ഈ കലാപം ഇളക്കി വിടുന്നവരാണ്, അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള കലാപ ആരോപണങ്ങളൊക്കെ ക്രൈസ്തവർക്ക് നേരെ അവർ അഴിച്ചുവിട്ടിരുന്നു. നേരത്തെ നാം പറഞ്ഞു, ഈ ഹമീദിയൻ മസാക്കറിനോടനുബന്ധിച്ച് ഈ നാഷണലിസ്റ്റ് സെന്റിമെന്റ് ഈ അർമേനിയൻ ക്രൈസ്തവരുടെ ഒരു വിഭാഗത്തിന് വളരെയധികം ശക്തി പ്രാപിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില റവല്യൂഷണറി ഗ്രൂപ്പുകളൊക്കെ അവരുടെ ഇടയിൽ ഫോം ചെയ്തിരുന്നു. അർമേനിയൻ റവല്യൂഷണറി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു, ARF എന്നൊക്കെ പറഞ്ഞു, ഒരു പ്രബലമായിട്ടുള്ള ഗ്രൂപ്പ്. പക്ഷേ അവർക്കൊന്നും ഈ അർമേനിയൻ ക്രൈസ്തവരുടെ മുഴുവൻ ഒരു മനോവികാരത്തെ ആർജിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എല്ലാ അർമേനിയൻ ക്രൈസ്തവരും അവരെ പിന്തുണച്ചിരുന്നില്ല. അപ്പോൾ ഈ അർമേനിയൻ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഭൂരിഭാഗം പേരും തങ്ങൾ എത്രയൊക്കെ പ്രതിസന്ധിയിലൂടെ കഷ്ടതയിലൂടെ കടന്നുപോയെങ്കിൽ തന്നെയും സ്റ്റേറ്റിനോടൊരു കൂറ് പുലർത്തിയ വിഭാഗമായിരുന്നു അവർ. പ്രത്യേകിച്ച് യങ് ടർക്ക് വന്നതോടുകൂടി അവർക്ക് കൂടുതൽ ഈ ഭരണകൂടത്തോട് കൂടുതൽ ഒരു വിശ്വാസ്യത വന്നിരുന്നു. യെസ്, നേരത്തെ പറഞ്ഞ ഈ യങ് ടർക്സ്, അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു ഭരണ സംവിധാനങ്ങൾ അവിടെ വരുന്നു. കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന രീതിയിലുള്ളൊരു ഭരണ സംവിധാനം അവിടെ രൂപപ്പെടുന്നു. അവർ തുടക്കത്തിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ദേശീയവാദമായിരുന്നു. ഒരു വർഗീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പ്രത്യക്ഷത്തിൽ അവരുടെ ചെയ്തികളിലൊന്നും കാണുവാൻ അർമേനിയൻ ക്രൈസ്തവർക്ക് സാധിച്ചില്ല. പക്ഷേ പിന്നീട് നമുക്ക് ചില സംഭവ വികാസങ്ങളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ അർമേനിയൻ വംശഹത്യയിലേക്ക് എത്തിച്ചേരാൻ ഇടയായ ചില സംഭവ വികാസങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 1912-13 ആ കാലഘട്ടത്തിൽ നടന്ന ബാൽക്കൻ യുദ്ധം. പിന്നീട് ഈ 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ബാൽക്കൻ യുദ്ധത്തിലുണ്ടായ ഒരു പരാജയം ഈ ടർക്കിഷ് ഭരണകൂടത്തെ കുറിച്ചൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. അപ്പോൾ ഗ്രീക്കിന്റെ ഭാഗത്തു നിന്നാണ് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിട്ടത്. അതിന്റെ ഭാഗമായി ഈ ഗ്രീക്ക് ക്രൈസ്തവരെ, പ്രത്യേകിച്ച് അനറ്റോണിയൻ ആ ഒരു മേഖലയിൽ നിന്നുള്ള ഗ്രീക്ക് ക്രൈസ്തവരെ അവർ ഡിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ അർമേനിയൻ വംശഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രയലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 1.5 ലക്ഷത്തോളം ഗ്രീക്ക് ക്രൈസ്തവരെ ആ സമയത്ത് അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ അർമേനിയൻ വംശഹത്യക്ക് മുന്നോടിയായിട്ട് അവർ നടത്തിയ ഒരു ടെസ്റ്റ് ഡോസ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ഈ 1-ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ലോക രാജ്യങ്ങൾ യുദ്ധത്തിൽ കേന്ദ്രീകരിച്ച് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘട്ടത്തിലാണ് അതിക്രൂരമായിട്ട് ഈ അർമേനിയൻ വംശഹത്യക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ടർക്കിഷ് ഭരണകൂടം ഒരുക്കുന്നത്. ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നത് 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1914 ആരംഭിച്ചു, 18 അവസാനിക്കുന്നു. ആസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കിനെ കൊലപ്പെടുത്തുന്നതോടുകൂടിയാണ് ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. അപ്പോ ജർമ്മനി, ആസ്ട്രിയ ഹംഗറി ഈ രാജ്യങ്ങളോടൊപ്പം ചേർന്ന ഒരു രാജ്യമാണ് തുർക്കി. സഖ്യകക്ഷികളായിട്ട് റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും മറ്റു രാജ്യങ്ങളും. അപ്പോൾ ഈ അർമേനിയ എന്ന പ്രദേശം കിടക്കുന്നത് റഷ്യയോട് ചേർന്നിട്ടാണ്. അപ്പോൾ റഷ്യ ഈ യുദ്ധത്തിലെ എതിരാളികളായിട്ട് വരുമ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് വിശ്വാസമായിട്ട് വളരെ ചേർന്നെടുക്കുന്ന വിശ്വാസ സംഹിതകൾ പിൻപറ്റുന്നവരായിരുന്നു അർമേനിയക്കാര്. അപ്പൊ ഈ അർമേനിയൻ ജനത
അർമേനിയൻ ജനത ഈ യുദ്ധത്തിൽ തങ്ങൾക്ക് എതിരാകുമെന്നുള്ളൊരു ഭയം ആദ്യമേ തന്നെ യങ് ടർക്കുകൾക്കുണ്ടായിരുന്നു. ഈ അർമേനിയൻ ക്രൈസ്തവര് ഭരണ നേതൃത്വം പോലെ തന്നെ അവരുടെ സഭാ നേതൃത്വത്തിന് അതെ. ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. Okay. അപ്പൊ ഈ റഷ്യ എന്ന് പറയുന്നത് വലിയൊരു ക്രിസ്ത്യൻ കൺട്രിയാണ്, അവർക്ക് വലിയൊരു സഭാ നേതൃത്വം ഉണ്ട്. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് ഈ അർമേനിയൻ ക്രൈസ്തവർക്ക് ഉണ്ടാകുമെന്ന് ഒരു മുൻവിധി ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി ആ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. 1913 ജനുവരി 23 ഈ യുവ തുർക്കികൾ നടത്തിയ ഒരു പട്ടാള അട്ടിമറി. ആ ഒരു അട്ടിമറിയിലാണ് ഈ ഖലീഫ ആ ഒരു സ്ഥാനം ഈ പ്രത്യേകിച്ച് ഈ ടർക്കി എംപയർക്ക് നഷ്ടപ്പെടുന്നത്. അതിനുശേഷമാണ് ഇപ്പൊ നേരത്തെ നാം സൂചിപ്പിച്ച ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ടർക്കി കാലെടുത്ത് വെക്കുന്നു. അപ്പൊ അതിന്റെ ആദ്യഘട്ടത്തിൽ ഈ റഷ്യയിൽ നിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഈ ടർക്കിക്ക് കിട്ടുന്നു. അപ്പൊ അതിന്റെ തൽഫലമായിട്ട് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഒരു മുൻവിധി ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതായത് ഈ ക്രൈസ്തവർ റഷ്യയുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ റഷ്യയെ സഹായിക്കുന്നു, പ്രത്യേകിച്ച് അർമേനിയൻ ക്രൈസ്തവർ റഷ്യയെ സഹായിക്കുന്നു എന്നൊരു മുൻവിധി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഈ മുൻവിധി ഉള്ളിൽ ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ചതിയന്മാരായിട്ട് ഈ അർമേനിയൻ ക്രൈസ്തവരെ അവർ ചിത്രീകരിക്കുന്നു. തൽഫലമായി ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ആകെത്തുകയായി അത് എല്ലാം പിന്നീട് ചെന്നെത്തുന്നത് നമ്മൾ വളരെയധികം ക്രൂരമായ ചെയ്തികൾ പിന്നീട് അരങ്ങേറിയ ഈ അർമേനിയൻ വംശഹത്യയിലേക്കാണ്. അതിന്റെ പല കാര്യങ്ങളുമുണ്ട്, പല കൊടും ക്രൂരമായിട്ടുള്ള പല അതിനു ചെയ്തികളും. മുൻപായിട്ട് റഷ്യക്കെതിരെ തുർക്കി സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്തിരുന്ന അർമേനിയൻ യുവാക്കളെ കൂട്ടത്തോടെ അവര് ഈ പരാജയം റഷ്യക്ക് ചാരവൃത്തി ചെയ്തു എന്ന് ആരോപിച്ച് കൂട്ടത്തോടെ അവരുടെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കി വേറൊരു ക്യാമ്പിലാക്കി അന്ന് യുദ്ധം ചെയ്ത എല്ലാ അർമേനിയൻ സൈനികരെയും കൊന്നൊടുക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ അർമേനിയൻ വംശഹത്യയുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഈ അർമേനിയൻ വംശഹത്യ അവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ അവർ ചെയ്തൊരു കാര്യം ഇപ്പോൾ റോസ് പറഞ്ഞു, പ്രത്യേകിച്ച് ഈ അർമേനിയൻ സൈനികരെ അവർ അവിടെ നിന്ന് മാറ്റുന്നു, ഒരു ക്യാമ്പിലാക്കുന്നു, അവരെല്ലാവരെയും കൊന്നെടുക്കുന്നു. ഒപ്പം തന്നെ ഈ ഗവൺമെന്റ് തലത്തിൽ നിന്നും ഈ അർമേനിയൻ വംശജരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സിവിൽ ഉദ്യോഗസ്ഥരെ ഒക്കെ അവർ മാറ്റുന്നു, പുറത്താക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്യുവർലി ഒരു ടർക്കിഷ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു തീവ്ര ഇസ്ലാമിക അതെ മറ്റ് അർമേനിയൻ ക്രൈസ്തവരൊന്നും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം സൃഷ്ടിച്ചെടുക്കാൻ അവർ ആദ്യമേ അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു. പിന്നീട് അവർ ചെയ്തൊരു കാര്യമുണ്ട്, അവർ ഈ അർമേനിയൻ ക്രൈസ്തവരുടെ ബൗദ്ധികവും പൊളിറ്റിക്കലുമായിട്ടുള്ള ലീഡർഷിപ്പിനെ അവർ ടാർഗറ്റ് ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ 1915 ഏപ്രിൽ മാസം 24 നടത്തിയ വലിയ രീതിയിലുള്ള ഒരു കൂട്ടക്കൊലയുണ്ട്. 100 കണക്കിന് ഈ അർമേനിയൻ നേതാക്കളെ അവർ കൂട്ടക്കൊല ചെയ്യുന്നു. ഈ ദിവസമാണ് അർമേനിയൻ വംശഹത്യയുടെ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. ഈ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് പോലുള്ള നദികളിലേക്ക് ഇവരുടെ ശവശരീരം വലിച്ചെറിയുന്നു. ഈ പാലത്തിന്റെ മുകളിൽ നിന്നും അവരെ അതിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷം അവരെ കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഒരു നേതൃനിരയില്ലാത്ത രീതിയിലുള്ള ഒരു സമൂഹമാക്കി ഈ അർമേനിയൻ ക്രൈസ്തവരെ അവർ മാറ്റുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ആ ഘട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പിന്നീടാണ് നമുക്കറിയാം ഒരു ഡെത്ത് മാർച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഈ ഒരു ഡീപ്പോർട്ടേഷൻ, പ്രത്യേകിച്ച് ഈ അർമേനിയൻ ക്രൈസ്തവർ അധിവസിക്കുന്ന അന്റോളിയ പോലുള്ള ആ പീഠഭൂമിയിൽ നിന്നും സിറിയയിലേക്ക് അല്ലെങ്കിൽ സിറിയയിലെ വിവിധ മരുഭൂമികളിലേക്കൊക്കെ നടത്തുന്ന ഒരു ഡെത്ത് മാർച്ച്, അത് ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പല ക്രൂരമായ ചെയ്തികൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഡെത്ത് മാർച്ച് ആയിരുന്നു അത്, അല്ലെ? ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതി വളരെ വിചിത്രമായ ഒരു രീതിയായിരുന്നു. അവരെവിടെയായിരുന്നു? നേരെ പട്ടാളക്കാരെ ഇരച്ചു ചെല്ലുകയാണ് അർമേനിയക്കാരുടെ അടുത്തേക്ക്. അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവരുടെ വീടുകളിൽ ഒക്കെ ഇരച്ചു ചെന്ന് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പറഞ്ഞ ഒരു വിളംബരമാണ് പറയുന്നത്. അവരുടെ കയ്യിൽ എന്തെങ്കിലും എടുക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടികൾ എടുക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരെ പോലും ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇപ്പൊ നമ്മളിവിടെ ജോലി സ്ഥലത്ത് ഇരിക്കുന്നു, നമ്മളോട് വന്ന് പറയാണ് ഇപ്പൊ തന്നെ നിങ്ങൾ മരുഭൂമിയിലേക്ക് പുറപ്പെടുക, നമ്മൾ ഇട്ടിരിക്കുന്ന വേഷത്തില് കയ്യിൽ എന്താണോ ഉള്ളത് കയ്യിലെടുക്കാൻ സമയമില്ല, ഇപ്പൊ തന്നെ ഇറങ്ങുക എന്നും പറഞ്ഞ എല്ലാവരെയും ഇറക്കി വിടുന്ന ഒരു രീതിയായിരുന്നു, ഒരു വിചിത്രമായ രീതി. അതായത് കിഴക്കൻ പ്രൊവിൻസിലുള്ള എല്ലാ അർമേനിയൻ വംശജരെയും സിറിയൻ മരുഭൂമിയിലേക്ക് ഏകദേശം 1000 കിലോമീറ്ററോളം അകലെയുള്ള ദൂരത്തേക്ക് അവർ നടത്തി കൊണ്ടുപോകാനുള്ള പ്ലാനാണ് ചെയ്തത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇവർ ചെയ്യുന്നുണ്ട്. അതായത് അന്നത്തെ ടർക്കിഷ് ജയിലുകളിലുള്ള ക്രിമിനലുകളെ അവർ തുറന്നു വിടുന്നുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് അവരൊരു സൈനിക വിഭാഗം, ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ രൂപവൽക്കരിക്കുന്നുണ്ട്. അതിന്റെ ഒരു കോർ ടീം എന്ന് പറയുന്നത് ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടർക്കിഷ് ജനമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളായിരുന്നു. പക്ഷെ അതിന്റെ അകത്ത് പ്രാകൃത ചിന്തയുള്ള ഗോത്രവിഭാഗക്കാർ, ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു കൂട്ടരുടെ ഒരു അർദ്ധ സൈനിക വിഭാഗം, തെസ്ക്ലാത്ത്, അതായത് സ്പെഷ്യൽ ഓർഗനൈസേഷൻ വിങ്, അങ്ങനെയാണ് അവർ അതിന് പേര് കൊടുത്തിരുന്നത്. അത് രൂപവൽക്കരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതായിരുന്നു. അതായത് ഈ
ടർക്കിഷ് ആർമി, അതായത് തുർക്കി സേന, തുർക്കിയുടെ ഔദ്യോഗിക സേന ഈ പറയുന്ന ഡീപ്പോർട്ടഡ് ആയി പോകുന്ന അർമേനിയൻ ക്രൈസ്തവർക്കെതിരെ അഴിച്ചുവിടുന്ന ഈ ക്രൂരതയുടെ ഒരു ഉത്തരവാദിത്തം ഇവരുടെ തലയിൽ കെട്ടിവെക്കുക. ഒപ്പം തന്നെ ഇവർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമുള്ള അതിക്രൂരമായ ചെയ്തികൾ ഈ അർമേനിയൻ ക്രൈസ്തവർക്ക് നേരെ അഴിച്ചുവിടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ പ്രാകൃതമായ ചിന്താഗതി ഉള്ളവരാണ്, ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ അർമേനിയൻ ക്രൈസ്തവർക്ക് നേരെ കാണിച്ച ക്രൂരത എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ചാനലിലൂടെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. അത്രയും വലിയ ക്രൂരതകളാണ് ഈ ജനവിഭാഗത്തോട് അവർ ചെയ്തത്. ചങ്ങലക്കിട്ടും കയറ് കെട്ടിയിട്ടുമാണ് പലരെയും അവർ നടത്തിച്ചു കൊണ്ടുപോയത്. അതിൽ തന്നെ കൊച്ചുകുട്ടികളെയൊക്കെ തലക്കടിച്ചു കൊന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ, അതായത് കൊച്ചുകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥകൾ, അമ്മമാരുടെ മുൻപിലിട്ട് ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ, ആൺകുട്ടികളെ അടക്കം. ഈ അമ്മമാരെ അടക്കം ഒടുവിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് അമ്മമാരും ഈ മക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില കുട്ടികളെയൊക്കെ ചെമ്പിലിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് അമ്മമാരുടെ മുമ്പിലിട്ട് കൊല്ലുന്ന അവസ്ഥ. പിന്നെ പെൺകുട്ടികളെ കുരിശിൽ തറച്ച് കൊല്ലുന്ന, നമ്മൾ ആ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പെൺകുട്ടികളെ കുരിശിൽ തറച്ച് കൊല്ലുന്നു നിരനിരയായി. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു പ്രദേശത്ത് ഏകദേശം 40,000 പേരോളം അടങ്ങുന്ന അർമേനിയൻ ക്രൈസ്തവർ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് ഈ മരുഭൂമിയിലൂടെ അവർ നടത്തിച്ചത്. അവർ കിലോമീറ്ററുകളോളം നടന്ന് ഈ സിറിയയിലും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ ആ ഗ്രൂപ്പിൽ അവശേഷിച്ചത് ഏകദേശം 200ഓളം പേർ മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും അവിടെ മരിച്ചു വീഴുന്നു. അവർ പോകുന്ന വഴിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാറില്ല, വെള്ളം കൊടുക്കാറില്ല. അവർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടിയിരുന്നത് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും ഒരു ദയ തോന്നിയ വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ ആ ഒരു ലൈഫ് മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. പലരും ചരിത്രരേഖകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പലരും ഇത്തരത്തിൽ ഓഫർ ചെയ്ത ഭക്ഷണവും വെള്ളവും സ്വീകരിച്ചിരുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഭക്ഷണവും വെള്ളം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ സമാനമായിട്ടുള്ള ക്രൂരതകൾക്ക്, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ബലാത്സംഗത്തിന് ഇരയാകേണ്ടി വരും, കുട്ടികളെ ക്രൂരമായ ചെയ്തികൾക്ക് ഇരയാക്കേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതം അവസാനിച്ചോട്ടെ എന്ന ധാരണയിൽ ഈ പറയുന്ന ഭക്ഷണവും വെള്ളവും പോലും സ്വീകരിക്കാതെ അവർ കഴിഞ്ഞിരുന്നു എന്ന കാര്യം കൂടി ചരിത്രരേഖകളിൽ പറയുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നു യൂഫ്രട്ടീസ് നദിയിലും ടൈഗ്രിസ് നദിയിലും. ഇവരുടെയൊക്കെ ഒരു ജഡം എന്ന് പറയുന്നത് ഒരു കാര്യം വായിച്ചത്, ചരിത്രത്തിൽ വായിക്കാനിടയായത്, ഈ നദികളിലേക്കാണ് ഇവർ ഈ ജഡങ്ങളൊക്കെ ഒഴുക്കി വിട്ടിരുന്നത്. പിന്നീട് ആ നദിയുടെ താഴ്വാര മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഈ ജഡങ്ങൾ കൂട്ടമായി കിടക്കുന്ന കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് പോലും തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ സ്ത്രീകളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു. ഒറ്റത്തവണയല്ല, പലതവണ പലർ കൂടി ബലാത്സംഗം ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ രക്തം വാർന്ന് സ്ത്രീകൾ മരിക്കുന്ന അവസ്ഥ പല ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അർമേനിയൻ വംശത്തെ അതിജീവിച്ച ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവക്കുറിപ്പുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ അമ്മ അടിവസ്ത്രം മാത്രം ധരിച്ചിട്ട് ആ കുഞ്ഞിനെ ദുരിതരെ ചുംബിച്ച് മടങ്ങിപ്പോയെന്ന ഒരു കാഴ്ച. ആ കുഞ്ഞിന് അന്ന് ഇത് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ചെയ്തതെന്ന് ആ കുഞ്ഞിന് മനസ്സിലായില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ കുഞ്ഞിന് മനസ്സിലായത് അമ്മ കടന്നുപോയ പീഡനങ്ങൾ. ഈ അടുത്തിടെ അർമേനിയയിൽ നിന്ന് ഒരു യുവതി എസ്തേർ നമ്മുടെ ഷെക്കേന ന്യൂസിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. അതിൽ ആ എസ്തേർ തന്റെ മുത്തശ്ശി തന്നോട് വിവരിച്ച അർമേനിയൻ വംശഹത്യയുടെ വിവരങ്ങൾ വിവരിക്കുന്നുണ്ട്. I remember how my grandmother told about situation where imaging if lady was pregnant, they took knife and they kill like this. That they didn't want that any Armenian child born. They want kill everyone. So they was so heartless. They didn't have concentration that she is imaging this lady is pregnant, and they just kill. They just with knife. They kill this. They cut. And this is for me. This is from horror film. When I remember, it hurts us. ഒരു ഹൊറർ മൂവി ഫീലാണ് ഈ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം എസ്തറിന് മനസ്സിലുണ്ടായതെന്ന് എസ്തർ വിവരിക്കുന്നത്. അതായത് മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം, അർമേനിയൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് അർമേനിയയിലെ ഗർഭിണികളായ യുവതികളെ ഉദരം പിളർന്ന് കൊലപ്പെടുത്തുന്ന നികൃഷ്ടവും നിഷ്ഠൂരവുമായ കാര്യങ്ങൾ തുറന്നു വിട്ടതെന്ന്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ ഈ ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ചെറിയ ആൺകുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. അപ്പം അവർ ഈ പീഡനങ്ങളെ അതിജീവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഭരണാധികാരിയുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്. അതായത് ഈ ചെറിയ ആൺകുട്ടികളൊക്കെ ഇതൊക്കെ കണ്ട് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവർ തങ്ങൾക്കെതിരെ തിരിയാനുള്ള സാധ്യത, അങ്ങനെ ഒരു അപകടം ഈ ഭരണാധികാരിയുടെ മനസ്സിൽ വരുന്നു. അപ്പോൾ അതിന്റെ തൽഫലമായിട്ട് അയാൾ ചെയ്ത ഒരു ക്രൂര പ്രവൃത്തിയുണ്ട്. ഈ ചെറിയ ആൺകുട്ടികൾ, അതായത് 7 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളുടെ ഈ മുട്ടിന്റെ ചിരട്ടെ അവർ അടിച്ചു തകർക്കുന്നു, കുട്ടികളെ വികലാംഗരാക്കുന്നു. അപ്പോൾ അവർ
അവർ വളർന്നു വന്ന് വലുതായി കഴിയുമ്പോൾ പോലും അവർ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിനെതിരെ തങ്ങൾക്കെതിരെ ഈ ക്രൂരത ചെയ്തവർക്കെതിരെ ഒരിക്കലും ഈ ആൺകുട്ടികൾ തിരിയരുത് എന്നൊരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഭരണാധികാരികൾ ചെയ്ത ക്രൂരമായ ചെയ്തികളാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവർ പോകുന്ന വഴി, ഈ മരുഭൂമി യാത്ര എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. സ്ത്രീകളെയൊക്കെ നഗ്നരാക്കി കൊണ്ടുപോകുന്ന 1000 കിലോമീറ്റർ ആണ് ഏകദേശം അവർ നടന്നത്. ഈ യാത്രയിലൊന്നും ഇവർ ഭക്ഷണം കൊടുക്കുന്നത്, ഈ തുർക്കി സേന ഇവരെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുർദിഷ് സേന, ഒപ്പം തന്നെ ഈ ക്രിമിനൽ ഈ ഗ്യാങ്, പോകുന്ന വഴിയിലുള്ള ഗോത്ര വിഭാഗക്കാർ, അവരൊക്കെ ഇവരെ ആക്രമിക്കുന്നുണ്ട്. ചിലരെ ഇവർ അടിമകളാക്കി അടിമച്ചന്തകളിൽ വിൽക്കുന്നു. അത് ദൂരദേശങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ചിലരെ ലൈംഗിക അടിമകളാക്കുന്നു. ചിലരെ ഈ തുർക്കി പുരുഷന്മാർക്ക് നിർബന്ധപൂർവ്വം വിവാഹം ചെയ്തു കൊടുക്കുന്നു, നിർബന്ധപൂർവ്വം മതം മാറ്റുന്നു. വലിയ രീതിയിലുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻ. നേരത്തെ നാം തുടക്കത്തിൽ പറഞ്ഞു, ഇത്തരം പീഡനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്നും ഒഴിവാകണമെങ്കിൽ മതം മാറുക എന്നൊരു ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും മതം മാറാൻ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ആ പീഡനങ്ങളിലൂടെ കടന്നു പോകാൻ അവർ തയ്യാറായി. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെ കൺമുമ്പിൽ മരിച്ചു വീഴുന്നു. വേണമെങ്കിൽ തങ്ങളുടെ സ്വന്തം ജീവൻ രക്ഷിക്കാം. പക്ഷേ ആ പീഡനങ്ങളുടെ നടുവിലും അവർ ക്രൈസ്തവ വിശ്വാസം ശക്തമായി തന്നെ കാത്തു സൂക്ഷിച്ചു. ചരിത്രരേഖകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അർമേനിയൻ വംശജരുടെ ഈ മരുഭൂമിയിലൂടെ ഇത്തരത്തിലുള്ള ക്രൂര പീഡനങ്ങളിലൂടെ അവരെ കടത്തിവിട്ടിട്ടും അവർ സ്വീകരിച്ച അല്ലെങ്കിൽ അവരുടെ ഒരു പോരാട്ട വീര്യം അല്ലെങ്കിൽ അവരുടെ ഒരു അതിജീവന വീര്യം ഈ തുർക്കി ക്രൂരന്മാരായിട്ടുള്ള തുർക്കി പട്ടാളക്കാരെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതിജീവന ശക്തി ഇവർക്ക് എങ്ങനെ ലഭിച്ചു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അർമേനിയ ആയിട്ടുള്ള എല്ലാ വ്യക്തിത്വത്തിന്റെ എല്ലാ ഏടുകളെയും അവശേഷിപ്പുകളെയും അവർ തുടച്ചു മാറ്റുന്നുണ്ട്. ഈ മതം മാറിക്കഴിയുമ്പോൾ അവർക്ക് തുർക്കി നാമം കൊടുക്കുന്നു. അർമേനിയയായിട്ട് ബന്ധപ്പെട്ട ഭാഷ അവരുടെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കുന്നു. തുർക്കി ഭാഷ പഠിപ്പിക്കുന്നു. വേഷവിധാനങ്ങൾ, അർമേനിയയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ അതെല്ലാം കത്തിച്ചു കളയുന്നു. അപ്പൊ അർമേനിയയുടെ ഒരു അവശേഷിപ്പ്, അതിന്റെ ഒരു എന്താ പറയണേ, ലോകത്തിൽ അതിൽ അവശേഷിച്ചിരിക്കുന്ന സാംസ്കാരികമായിട്ടുള്ള, ബൗദ്ധികമായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള എല്ലാ അവശേഷിപ്പുകളെയും നിഷ്കാസനം ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള ചെയ്തികളാണ് ആ ഒരു ഘട്ടത്തിൽ തുർക്കി സേന അവലംബിച്ചത്. ഈ ഹമീദിയൻ രാജാവ് തന്നെ അർമേനിയയുടെ പേര് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഈ ഡീപ്പോർട്ടേഷന്റെ കാലയളവില് ഈ തുർക്കികൾ ഒരു ഇളവ് പ്രഖ്യാപിക്കുന്നുണ്ട്. വളരെ നികൃഷ്ടമായ ഒരു ഇളവ് എന്ന് തന്നെ പറയാം അതിന്. ഈ സ്ത്രീകളും പെൺകുട്ടികളും ഇസ്ലാം മതം സ്വീകരിച്ച് ഇവരുടെ ലൈംഗിക അടിമകളും ഇവരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ട് തുർക്കിയിൽ കഴിയുകയാണെങ്കിൽ ഇവരുടെ സ്വത്ത്, ഇവരുടെ കുടുംബത്തിന് അവകാശപ്പെട്ട സ്വത്ത് ഇവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു ഇളവ് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇളവ് സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഇളവല്ല. ഇത് നിരസിച്ചവരാണ് ഈ പൂർണ്ണ നഗ്നരാക്കി അവര് കുരിശിൽ തറച്ച് മരുഭൂമിയിൽ അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് ഈ അർമേനിയൻ ക്രൈസ്തവർ ഉപേക്ഷിച്ചു പോകുന്ന ആ ഒരു സ്ഥലം, അതായത് അവരുടെ സ്വന്തം സ്ഥലം, ബിസിനസ് സ്ഥാപനങ്ങൾ, ചിലത് റോസ് സൂചിപ്പിച്ചു, ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ആ കട അടയ്ക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല. അത് അടയ്ക്കുന്നതിന് മുമ്പ് ഓപ്പൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരൊക്കെ ഇതൊക്കെ വിട്ടെറിഞ്ഞ് ഡിപ്പോർട്ടഡ് ആയിട്ട് മരുഭൂമിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അവരുടെ സ്വത്തുവകകളൊക്കെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുണ്ട്. ഇവരുടെ സ്ഥലങ്ങൾ പലതും ലേലം ചെയ്ത് വിൽക്കുന്നുണ്ട്. നേരത്തെ നാം പറഞ്ഞ ഈ മുസ്ലിം അഭയാർത്ഥികൾ, പല രാജ്യങ്ങളിൽ വന്ന മുസ്ലിം അഭയാർത്ഥികൾ, അല്ലെങ്കിൽ ഈ അവിടെയുള്ള ഈ കുർദിഷ് നാടോടികൾ, പ്രാകൃതരായിട്ടുള്ള ഗോത്ര വിഭാഗക്കാർ, അവർക്കൊക്കെ ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഈ അർമേനിയൻ വംശജർ ഈ തുർക്കിയിൽ നിന്നും ഡീപ്പോർട്ടഡ് ആയി പോയി കഴിഞ്ഞപ്പോൾ ഈ തുർക്കി ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവുകയുണ്ടായി. കാരണം നേരത്തെ നാം പറഞ്ഞു, സാമ്പത്തികമായിട്ട് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ തുർക്കിയിലായിരുന്നപ്പോൾ തങ്ങളായിരുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത ജനവിഭാഗമാണ് അർമേനിയക്കാർ. അത് കൃഷിപരമായിട്ടായിക്കോട്ടെ, ബിസിനസ് പരമായി ആയിക്കോട്ടെ, വളരെ ശക്തമായ രീതിയിലുള്ള നിർണായകമായിട്ടുള്ള സംഭാവനകൾ, സ്വാധീനം ചെലുത്താൻ ഇവർക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഇവർ ഡീപ്പോർട്ടഡ് ആയി പോയി കഴിഞ്ഞപ്പോൾ ഇവരില്ലാത്ത ഒരു എക്കണോമി, അത് തുർക്കിയെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചു എന്ന് നമുക്ക് ചരിത്ര രേഖകളിൽ നമുക്ക് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിക്രൂരമായിട്ടുള്ള ചെയ്തികളാണ്. പക്ഷേ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒക്കെ തിരക്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതിലേക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് അതിന്റെ ഒരു യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താൻ, തുർക്കിക്കെതിരെ ഈ ഒരു കാര്യത്തിൽ ശബ്ദമുയർത്താൻ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും കഴിഞ്ഞില്ല എന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇവിടെ ചില ഉത്തരവുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 12 വയസ്സിന് മേലെയുള്ള എല്ലാ ക്രൈസ്തവരെയും അല്ലെങ്കിൽ എല്ലാ അർമേനിയക്കാരെയും കൊന്നൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവ് ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നരനായാട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് തുർക്കി രാജ്യത്തുള്ള ക്രൈസ്തവരുടെ ജനസംഖ്യ 5% താഴേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം. ആ കാര്യം നടപ്പാക്കാനായിട്ട് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് ലോകരാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. അതായത് ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന ഒരു ഏരിയയിൽ നിന്ന് പിന്നീട് മുസ്ലിം ഭൂരിപക്ഷമായ ഒരു രാജ്യം, ആ രാജ്യത്തെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഇതിനോടൊരു സാമ്യം നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഒരു 10% താഴെയായിരിക്കും എപ്പോഴും അവിടുത്തെ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ മറ്റു ജനസംഖ്യ വരുന്നത്.
അപ്പം ഈ ലോക്കലായിട്ടുള്ള ഗവർണർമാര്, ഈ തുർക്കിയിലെ ലോക്കൽ പ്രൊവിൻസിലുള്ള സംസ്ഥാനങ്ങളിലുള്ള ഗവർണർമാരൊക്കെ ഔദ്യോഗികമായിട്ട് തുർക്കി ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. നാം നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ വിങ്, ഈ ക്രിമിനലുകളുടെ ഒരു ഗ്യാങ് ഉള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ വിങ്, അവരെ തങ്ങളുടെ പ്രവിശ്യയിലേക്ക് അയക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ക്രൈസ്തവരെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പ്രവിശ്യയിലേക്ക് അയക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പല റിക്വസ്റ്റ് ലെറ്ററുകളും അല്ലെങ്കിൽ ടെലഗ്രാം സന്ദേശങ്ങളും ഒക്കെ ഇപ്പോഴും നെറ്റിലും അല്ലെങ്കിൽ ചരിത്രത്തിൽ അവൈലബിൾ ആണ്. അതെ, ജോർജ് നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ ഓർഗനൈസേഷന്റെ മുകളിൽ ഉണ്ടായിരുന്നത് ഡോക്ടേഴ്സും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആയിരുന്നു. നാസി ഭരണകാലത്ത് ജൂതന്മാർക്കുണ്ടായ കോൺസെൻട്രേഷൻ ക്യാമ്പിലത്തെ പീഡനങ്ങളുടെ കഥകളൊക്കെ നാം കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയിട്ടുള്ള, നാസികൾക്ക് മുമ്പേ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നുള്ള സങ്കല്പവും ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഈ ഡോക്ടർമാരെയും മറ്റ് ശാസ്ത്രജ്ഞന്മാരെയും വെച്ച് മനുഷ്യ ശരീരങ്ങൾ വെച്ചുള്ള പരീക്ഷണങ്ങൾ നടന്നത് യഥാർത്ഥത്തിൽ തുർക്കിയിൽ വെച്ചിട്ടാണ്. തുർക്കിയിലെ അർമേനിയൻ ക്രൈസ്തവരോടാണ് ഇത് ആദ്യം ലോകത്ത് ചെയ്തിട്ടുള്ളത്. ഇവരെ കൊലപാതകങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി വിഷവാതകങ്ങൾ ഉപയോഗിച്ചതായിട്ട് നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മനുഷ്യരെ പരീക്ഷണ വസ്തുക്കളാക്കി ഈ രക്തം വാർന്നു പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രജ്ഞന്മാരെ അത് നിരീക്ഷിച്ചതും അത് വെച്ചിട്ട് പരീക്ഷണങ്ങൾ നടത്തിയതായിട്ടും കാണുന്നുണ്ട്. ഈ അർമേനിയൻ ജനോസൈഡ് മ്യൂസിയത്തിൽ ചെന്ന കുറെ പടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മനുഷ്യ ശരീരത്തിലെ ഓരോ എല്ലുകളും എണ്ണി തിട്ടപ്പെടുത്താവുന്ന രീതിയിലുള്ള മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുന്നത് മരുഭൂമിയിൽ, അതുപോലെ തലയോട്ടികള്, അസ്ഥികൂടങ്ങള്, അതുപോലെ ആ പൂർണ്ണ നഗ്നരായിട്ട് കുരിശിൽ തറച്ച ചിത്രങ്ങള്, ഇതൊക്കെ ഈ തെളിവുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിക്രൂരമായിട്ടുള്ള ചെയ്തികളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഈ കുരിശിൽ തറയ്ക്കപ്പെട്ട സ്ത്രീകളുടെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്, കൊടും വെയിലാണ്, കൊടും ചൂടിലാണ് ഈ മരുഭൂമിയിൽ അവരെ കുരിശിൽ തറച്ച് നിർത്തുന്നത്. അപ്പോൾ രക്തം വാർന്ന് അത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുന്നു. ഒപ്പം തന്നെ ഈ ശവന്തീനികളായിട്ടുള്ള കഴുകന്മാർ അവരെ ആക്രമിക്കുന്നു. പൂർണ്ണ നഗ്നരാണ്, അതിന്റെ ഒരു അപമാനം അവർക്കുണ്ട്. അപ്പോൾ അതിലൂടെ പോകുന്ന എല്ലാവരും ഈ പൂർണ്ണ നഗ്നരായിട്ടുള്ള ആ സ്ത്രീകൾ കുരിശിൽ കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അതിക്രൂരമായിട്ടുള്ള ഇഞ്ചിഞ്ചായിട്ടുള്ള മരണമാണ് അവർക്ക് തീർച്ചയായിട്ടും അനുഭവിക്കുന്നത്. വലിയൊരു ക്രൈസ്തവ രക്തസാക്ഷിത്വം തന്നെയാണ് ഈ സ്ത്രീകൾ അവിടെ കുരിശിൽ വരിച്ചത്. കാരണം അവർക്ക്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അവർക്കൊരു ഇളവ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് ഇസ്ലാം മതം സ്വീകരിച്ച് അവരുടെ തുർക്കിയിൽ മടങ്ങിച്ചെന്നാല് അവരുടെ ഭാര്യമാരായിട്ടും അവരുടെ അടിമകളായിട്ടും ഒക്കെ ജീവിച്ചാല് അവർക്ക് ജീവിക്കാമായിരുന്നു, അവരുടെ സ്വത്ത് അവർക്ക് തിരിച്ചു ലഭിക്കുമായിരുന്നു. ഇതൊക്കെ നിഷേധിച്ചിട്ടാണ് അവർ ആ കുരിശുമരണം പൂർണ്ണ നഗ്നരാക്കപ്പെട്ട് കുരിശിൽ തറക്കപ്പെട്ടത്. ആ ഒരു അവസരം നിഷേധിച്ചിട്ടാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ചാരിത്രമാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചു, ഈ പല തങ്ങളുടെ പെൺമക്കളെയും തങ്ങളുടെ ആൺമക്കളെയും ഒക്കെ ഇവർ ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ സ്വയം, ഈ തുർക്കി സൈനികർക്ക് സ്വയം സമർപ്പിക്കുകയാണ്. ഞങ്ങളെ എടുത്തോളൂ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പെൺമക്കളെയും ഞങ്ങളുടെ ആൺമക്കളെയും ഞങ്ങൾക്ക് തിരിച്ചു തരാം, അവരെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് സ്വയം അവരെ തന്നെ അവർക്ക് വിട്ടുകൊടുക്കുന്ന, അവരുടെ ഈ കാമ ചെയ്തികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ എത്രത്തോളം അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഇളം പ്രായത്തിലുള്ള ആൺകുട്ടികളെ പോലും ഇവർ ബലാത്കാരമായിട്ട് ലൈംഗിക പീഡനത്തിന് വിധേയരാക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. പുരുഷന്മാരുടെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല. ഈ തലയ്ക്ക് പുറകിൽ വെടിവെച്ചും ഒപ്പം തന്നെ കുതിരകളുടെ പുറകിൽ കെട്ടിയിട്ടും ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ക്രൂരമായിട്ടുള്ള ചെയ്തികൾ. ഏകദേശം 15 ലക്ഷത്തോളം അർമേനിയൻ ക്രൈസ്തവരാണ് ആ നാളുകളിൽ, 1915 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ ആ നാളുകളിൽ മരിച്ചു വീണത്. അതായത് ഏകദേശം 20 ലക്ഷത്തോളം ആയിരുന്നു അർമേനിയയിലെ ക്രൈസ്തവ ജനസംഖ്യ. ഈ വംശഹത്യക്ക് ശേഷം അർമേനിയയിലെ ജനസംഖ്യ 3,80,000 ആയിട്ട് ചുരുങ്ങി. അതായത് അവർ ലക്ഷ്യമിട്ട ഈ 5%-ലും താഴെ, അതിലും താഴെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള രീതിയിൽ ഈ അർമേനിയൻ ക്രൈസ്തവ ജനസംഖ്യ മാറുന്നുണ്ട്. പിന്നീട് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ USSRന്റെ ഭാഗമായിട്ട് ഈ അർമേനിയൻ ഈ പ്രദേശം മാറുന്നു. പലപ്പോഴും പലരും ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ അർമേനിയൻ ജിനോസൈഡ്, നമുക്കറിയാം നേരത്തെ ഈ ഹോളോകോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വലിയ രീതിയിലൊക്കെ ലോകം ചർച്ചയാക്കിയതാണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ അപ്പുറത്തുള്ള ഒരു ജനോസൈഡ് ആണ് അവിടെ സംഭവിച്ചത്. എന്തുകൊണ്ട് അത് ലോകം ചർച്ചയാക്കിയില്ല? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അതായത് ഈ അർമേനിയൻ രാജ്യം ഈ USSRന്റെ കീഴിൽ വളരെ 3,80,000 ഉള്ള ജനസംഖ്യ, അവരുടെ ശബ്ദം ലോകത്തിലേക്ക് ഉയർന്ന് കേൾക്കുന്നില്ല. അത് അടിച്ചമർത്തപ്പെട്ട ഒരു സാഹചര്യം. പിന്നീട് 1990 ആ കാലഘട്ടത്തിലൊക്കെ ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അർമേനിയ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമാണ് തങ്ങളുടെ ഈ ജിനോസൈഡിന്റെ, തങ്ങളുടെ പൂർവികർ അനുഭവിക്കേണ്ടി വന്ന ഈ വംശഹത്യയുടെ ക്രൂരമായിട്ടുള്ള ചെയ്തികളെ കുറിച്ച് ലോകത്തോട് ഇവർക്ക് വിളിച്ചു പറയാൻ സാധിച്ചത്. അതുവരെ ഒരു പക്ഷേ ഈ ചരിത്രത്തിന്റെ മുഖ്യധാര ചരിത്രത്തിന്റെ പല ഏടുകളിലും ഈ അർമേനിയൻ ജിനോസൈഡ് ബോധപൂർവം മറച്ചുവെച്ചു, അല്ലെങ്കിൽ ബോധപൂർവം മറച്ചുവെക്കാൻ പലരും ശ്രമിച്ചു എന്നതാണ് വാസ്തവം. പറയുന്നതാണ് ശരി. കാരണം നമ്മൾ പഠിക്കുന്ന ചരിത്രങ്ങളിൽ ഈ അർമേനിയൻ വംശഹത്യ നമുക്ക് കാണാൻ കഴിയില്ല. നാസികളുടെ കൂട്ടക്കൊല നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു കൂട്ടക്കൊലയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത്
സ്റ്റാലിൻ ചെയ്തിട്ടുള്ളത്. നാസികളെക്കാൾ കൂടുതൽ പേരെ കൊല്ലപ്പെടുത്തിയിട്ടുള്ള വ്യക്തി സ്റ്റാലിനാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ കൂട്ടകലയോ അതുപോലെ തന്നെ അർമീനിയൻ വംശഹത്യയോ നാം ചരിത്രത്തിൽ കാണില്ല. ഈ അർമേനിയൻ വംശഹത്യ ഒരു അറിയാക്കഥയായി പലരിൽ നിന്നും മറക്കപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് 34 രാജ്യങ്ങള് ഈ അർമേനിയൻ വംശഹത്യ കൂട്ടക്കൊലയല്ല ഒരു വംശഹത്യ തന്നെയായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് 2001 ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അർമേനിയ സന്ദർശിക്കുകയും അർമേനിയൻ മണ്ണിൽ വെച്ച് തന്നെ അന്നുണ്ടായത് ഒരു കൂട്ടക്കൊലയല്ല വംശഹത്യ തന്നെയായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് ഫ്രാൻസിസ് പാപ്പ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നടത്തിയ ആ പ്രസ്താവന ആവർത്തിച്ച് പറയുകയും ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. മറ്റൊരു കാര്യം കൂടിയുണ്ട് അരുൺ റോസ്. ഈ തുർക്കിയിലെ ഭരണാധികാരികൾ അഴിച്ചുവിട്ട ഈ നായാട്ടിൻഡയിൽ സംഭവിച്ച വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ സ്മിർനയിലെ മെത്രാപ്പൊലിത്തയായിരുന്ന ക്രിസോസ്റ്റമസ് എന്ന മെത്രാപ്പൊലിത്ത, അദ്ദേഹം ഈ തുർക്കിയുടെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളെ നഖശിഖാന്തം എതിർത്ത ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു. ഈ മതമർദ്ദനം അല്ലെങ്കിൽ ഈ തുർക്കി ഈ ക്രൈസ്തവ വംശഹത്യ അഴിച്ചുവിടുന്ന ആ കാലഘട്ടത്തിലൊക്കെ തുർക്കി കാണിക്കുന്ന ഈ കിരാതമായിട്ടുള്ള ഭരണ നടപടികൾ, അതിന്മേൽ ലോക ശ്രദ്ധ ആകർഷിക്കുവാനുള്ള പല നടപടികളും അല്ലെങ്കിൽ പല ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കന്മാർക്ക് അദ്ദേഹം കത്തെഴുതിയിരുന്നു ഇവിടെ നടക്കുന്ന ക്രൈസ്തവ വംശഹത്യയെക്കുറിച്ച്. പക്ഷേ ആ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല നേതാക്കന്മാരും അദ്ദേഹത്തോട് പറഞ്ഞു, എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്കുകളുണ്ട്. ഒരു വൈദികൻ എന്ന നിലയിൽ ഈ ജനത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അവരോടൊപ്പം നിൽക്കും എന്നൊരു കാര്യം. അദ്ദേഹം തൻ്റെ കത്തീഡ്രലിൽ ഈ മതമർദ്ദന കാലയളവിൽ ശക്തമായിട്ടുള്ള ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷകൾ അദ്ദേഹം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കത്തീഡ്രലിലേക്ക് നിരവധി പേരാണ് അഭയം തേടി ഓടിയെത്തിയത്. ഒരു ദിവസം അദ്ദേഹം അവിടെ അഭയം തേടിയെത്തിയ ജനത്തിനായി തൻ്റെ അജഗണത്തിനായി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവസരത്തിൽ തുർക്കി പട്ടാളം അവിടേക്ക് എരച്ചു കയറുന്നു. തുർക്കിയുടെ ഒരു പട്ടാള ജനറൽ നസ്രുദ്ദീൻ പാഷ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ മെത്രാപ്പൊലിത്തയുടെ മുഖത്തേക്ക് തുപ്പുന്നു. വധശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നതെന്ന് ആ വ്യക്തി, ഈ നസ്രുദ്ദീൻ പാഷ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ആ പട്ടാള ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിക്കുന്നു. അത് കേട്ട ഉടനെ ഈ അദ്ദേഹത്തിന് ഒപ്പം വന്ന ഈ മതമർദ്ദനത്തിനായിട്ട് വന്ന ഈ തുർക്കിയിലെ സൈനികർ അല്ലെങ്കിൽ നേരത്തെ നാം സൂചിപ്പിച്ച ഈ ക്രിമിനൽ ഗ്യാങ് ഒക്കെ ഈ മെത്രാപ്പൊലിത്തയ്ക്ക് നേരെ ചാടി വീഴുന്ന ഒരു അവസ്ഥ. ചിലർ അദ്ദേഹത്തിന്റെ താടി പിടിച്ച് വലിച്ച് അദ്ദേഹത്തെ തെരുവിലൂടെ വലിച്ചഴിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണ് പറിച്ചെടുക്കുന്ന ഒരു അവസ്ഥ. ആ സമയത്തൊക്കെ അദ്ദേഹം തന്നെ മർദ്ദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വളരെ വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങൾക്ക് അവിടുത്തെ അജഗണങ്ങൾ അത്തരം രംഗങ്ങൾക്ക് ദൃക്സാക്ഷികളായി എന്നൊരു കാര്യം ചരിത്രം പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ചിലർ വന്ന് അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റുന്നു. അദ്ദേഹത്തെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് അദ്ദേഹത്തെ കിരാതമായി കൊലപ്പെടുത്തുന്നു. അത്തരം കിരാതമായിട്ടുള്ള മർദ്ദനങ്ങൾ അദ്ദേഹത്തിന് നേരെ അഴിച്ചുവിടുമ്പോഴും മെത്രാപ്പൊലിത്ത തന്നെ മർദ്ദിച്ചവർക്ക് വേണ്ടി, തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതുപോലെ അനേകം വൈദിക ശ്രേഷ്ഠരാണ് ആ കാലഘട്ടത്തിൽ അർമേനിയൻ വംശഹത്യയുടെ ആ ഒരു കാലഘട്ടത്തിൽ മതമർദ്ദനത്തിന് വിധേയരായി, ക്രൈസ്തവ വംശഹത്യക്ക് വിധേയരായി തങ്ങളുടെ ജീവൻ വെടിഞ്ഞത്. അവർക്ക് പലർക്കും തങ്ങളുടെ ഒരു സേഫ് സോണിലേക്ക് അല്ലെങ്കിൽ ഈ രാജ്യം വിട്ട്, അർമേനിയ ദേശം വിട്ട് യൂറോപ്യൻ നാടുകളിലേക്കൊക്കെ അഭയം തേടി പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അതിനുള്ള എല്ലാ അവസരങ്ങളും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അവർക്ക് ഓഫർ ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം പലരും നിരാകരിച്ചു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, തങ്ങളുടെ അജഗണം കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ പലരും ഈ ക്രിസോസ്റ്റമസ് മെത്രാപ്പൊലിത്തയെ പോലെ പലരും തങ്ങളുടെ അജഗണത്തോടൊപ്പമായിരിക്കുവാൻ തീരുമാനിച്ചു. തൽഫലമായി അവർ രക്തസാക്ഷിത്വം വരിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അരുൺ റോസ്. ജോർജ്, ഈ കൂട്ടക്കൊലകള് 1923 വരെ തുടർന്നു. അതായത് 8 വർഷത്തോളം തുടർന്നു. ഒന്നാം ലോക മഹായുദ്ധം കഴിയുന്നത് 1918 1918 തുർക്കിയുടെ ആധിപത്യം ബ്രിട്ടന്റെ കയ്യിലോട്ട് വരികയാണ്. ആ സമയത്ത് തുർക്കിയുടെയും അർമേനിയയുടെയും ഇടയിലെ ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടിയിട്ട് 2 ഇന്ത്യൻ ബറ്റാലിയനുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ ബറ്റാലിയനുകൾ പിന്മാറിയതോടുകൂടി വീണ്ടും തുർക്കികള് അർമേനിയക്കാരെ ആക്രമിച്ച് അങ്ങനെയാണ് 1923 വരെ ഈ വംശഹത്യ തുടർന്നത്. 1922 തുർക്കി ഭരണകൂടം മാറുന്നു. 1922 ഒട്ടോമൻ ഭരണം ഔദ്യോഗികമായിട്ട് തന്നെ അവിടുന്ന് തുർക്കിയിൽ നിന്ന് വിട്ടുപോകുന്നു.
നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ ഈ അർമേനിയൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നീണ്ട ഒരു കണ്ണുനീരിന്റെ ഒരു ചരിത്രമാണ് ശരിക്കും അവർക്ക് പറയാനുള്ളത്. നാം നേരത്തെ പറഞ്ഞു, ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ അവർ വരുന്നു, വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ അവർക്ക് നേരിടേണ്ടി വരുന്നു, അർമേനിയൻ വംശഹത്യ, പിന്നീട് USSRന്റെ ഭാഗമായി മാറുന്നു. അതിനുശേഷം ഈ 1990 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ സ്റ്റാലിന്റെ കീഴിലൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള ക്രൂരതകൾ വീണ്ടും നേരിടേണ്ടി വരുന്നുണ്ട്. അവിടെയും സമാനമായിട്ടുള്ള രീതിയിലുള്ള കൂട്ടക്കൊലകൾ അവർക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ 2023 പോലും ഇപ്പോഴും അർമേനിയൻ ജനതയുടെ കണ്ണീര് കെട്ടടങ്ങുന്നില്ല. ഈ നഗാർനോ കരാബാക്ക് ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം 1991 സോവിയറ്റ് യൂണിയൻ ഡിസൊല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ട് രാജ്യങ്ങളായിട്ട് അസർബൈജാനും അർമേനിയയും രണ്ട് രാജ്യങ്ങളായിട്ട് റിപ്പബ്ലിക്കുകൾ സ്വതന്ത്രമാവുകയാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നും. അന്ന് റഷ്യക്ക് പറ്റിയ ഒരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അസർബൈജാന്റെ ഉള്ളിൽ നഗർനോ കാരബാക്ക് എന്ന് പറഞ്ഞ പ്രദേശത്ത് 99%-99%-ലേറെ ക്രൈസ്തവരുള്ള ഒരു പ്രദേശമുണ്ട്. ഈ അസർബൈജാൻ എന്ന് പറയുന്നത് 95%-90% മേലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അർമേനിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യം. പക്ഷെ ഈ നഗർനോ കാരബാക്ക് എന്ന് പറഞ്ഞ പ്രദേശം അസർബൈജാന്റെ ഉള്ളിലായി പോയി. അതാണ് പിന്നീട് അവിടെ പല വിഘടന പ്രവർത്തനങ്ങൾക്കും അതിനുശേഷം അർമേനിയ ആ പ്രദേശം തങ്ങളുടേതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പിന്നീട് അവിടെ യുദ്ധങ്ങളും വെടിനിർത്തലുകളും എല്ലാം പിന്നീട് ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ നഗർനോ കരാബാക്ക് ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ വരുന്നു. അസർബൈജാൻ ആ ഒരു പ്രദേശത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഈ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തുർക്കി അസർബൈജാന് സപ്പോർട്ട് കൊടുക്കുന്നു. മറ്റൊരു വംശഹത്യയെ ഭയന്നുകൊണ്ട് തങ്ങളുടെ നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് ഈ നഗർനോ കരാബാക്ക് ആ ഒരു മേഖലയിൽ നിന്ന് ആ പ്രദേശത്ത് കൂട്ടക്കൊലകൾ ആരംഭിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്നുള്ള ജനം ഒന്നടങ്കം അർമേനിയയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഏകദേശം 1,30,000 പേരാണ്. അവിടെ ഇപ്പോഴും സംഘർഷങ്ങൾ അവസാനിച്ചിട്ടില്ല. അപ്പോൾ നാം നോക്കുമ്പോൾ ഈ വളരെ പ്രതിസന്ധിയിലൂടെ അർമേനിയൻ ജനത കടന്നു പോകുന്നു. അതിന്റെ നീണ്ട ഒരു ചരിത്രം അവർക്കുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അവർ തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഏതൊക്കെ ശക്തികൾ അവരെ ഇല്ലാതാക്കാൻ നോക്കിയാലും, തങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാൻ നോക്കിയാലും, തങ്ങളുടെ തനിമ ഇല്ലാതാക്കാൻ നോക്കിയാലും, തങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കാൻ നോക്കിയാലും അവർ പിടിച്ചു നിന്നു എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അതിജീവനത്തിന്റെ ആ ഒരു ശക്തി, അത് തീർച്ചയായും ഒരു ആത്മീയ ശക്തി തന്നെയാണ്, അല്ലെ? ആത്മീയമായിട്ട് അവർ ആർജിച്ചെടുത്ത, തങ്ങളുടെ പൂർവികരിൽ നിന്നും തങ്ങൾ ആർജിച്ചെടുത്ത വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും അവർക്ക് ലഭിച്ച ആ ഒരു ശക്തിയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്ര കൊടിയ പീഡനങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ ആയത്. ഇപ്പോഴും ആ ഒരു അർമേനിയൻ ജനത ഇപ്പോഴും ഭൂമുഖത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു അത്ഭുതം തന്നെയാണ്. നാം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇസ്രായേലിനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്, ഇസ്രായേൽ ഒരു അത്ഭുതം തന്നെയാണ്. മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം, അർമേനിയ ഇപ്പോൾ ലോകത്തിൽ ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി തന്നെയാണ്. അതെ, AD 300-കളിലെ വിശുദ്ധ ഗ്രിഗറിയിലൂടെ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രിസ്തുമത ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ രാജ്യം, ക്രിസ്തുമതം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച രാജ്യം, ആ രാജ്യം ഇന്നും ഇത്രയേറെ കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടല്ലോ. നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇപ്പോഴും അവരുടെ വിശ്വാസം അവർ ജീവിക്കുന്നു. നമ്മൾ ഈ ഡിസ്കഷന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് വരും. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ അർമേനിയൻ ക്രൈസ്തവർ കടന്നുപോയ ഒരു ക്രൂരതയുണ്ട്. അത് പലപ്പോഴും ഈ വംശഹത്യ, അതില്ലെങ്കിൽ അത് ക്രൂരതകൾ എന്തൊക്കെയാണ് 1915 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ ഈ തുർക്കി ഭരണകൂടം അഴിച്ചുവിട്ട ക്രൂരതയുടെ ചരിത്രമാണ് പലപ്പോഴും നമുക്ക് മുഖ്യധാര ചരിത്രത്തിന്റെ ചില ഏടുകളിലെങ്കിലും നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷെ അതിനു മുമ്പ് അവർക്കെതിരെ നടത്തിയ ചില ബാക്ക്ഗ്രൗണ്ട് പ്ലാനുകളുണ്ട്. ഒരു തീവ്ര മത ചിന്തയുള്ള ഒരു ഭരണകൂടം ഒരു പ്രദേശത്തെ കൈയടക്കുമ്പോൾ എങ്ങനെയാണ് ഇതര മതസ്ഥരെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതിന് എന്നതിന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ അർമേനിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഇൻട്രോയിൽ പറഞ്ഞു, ഈ മതഭീകരത പല രാജ്യങ്ങളിലും ശക്തി പ്രാപിക്കുന്നു, അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർമേനിയൻ വംശഹത്യ അല്ലെങ്കിൽ ഈ അർമേനിയൻ ജനതയുടെ ഒരു പോരാട്ട വീര്യം അല്ലെങ്കിൽ അവരുടെ ഒരു അതിജീവനം തീർച്ചയായും ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ അവർ നേരിട്ട ആ ഒരു പ്രതിസന്ധികൾ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു പാഠം തന്നെയാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും, ഈ അർമേനിയൻ വംശഹത്യയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് പല കാര്യങ്ങളും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് പഠിക്കാനുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.
സമകാലിക രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ, കൂടുതൽ ജാഗരൂകരാകുവാനുള്ള വലിയൊരു സന്ദേശം തന്നെയാണ് ഈ അർമേനിയൻ വംശഹത്യ നമുക്ക് നൽകുന്നത്. തീർച്ചയായും ഈ അർമേനിയയിൽ കൊല്ലപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള ആയിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെയും ആരും അഴിച്ചുവിടാതിരിക്കട്ടെ. അതിനുള്ള ഒരു ഇച്ഛാശക്തി ലോക രാഷ്ട്രങ്ങൾ, ഒരു ജാഗ്രത ലോക രാഷ്ട്രങ്ങൾ കാണിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അർമേനിയൻ ജനതയ്ക്ക്, അവിടെ കൊല്ലപ്പെട്ട രക്തസാക്ഷികളായിട്ടുള്ള അർമേനിയൻ ജനതയ്ക്ക് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി. വീണ്ടും മറ്റൊരു സംഭവത്തിന്റെ വാസ്തവം അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി.